കുഴപ്പമില്ല കേട്ടോ. ഗുഡ് ഈവനിങ്. മാറ്റ്നി ഫ്രീ വെബിനാറിന്റെ ഈ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ വെള്ളിയാഴ്ച തിരുക്കുറൾ ആണ് വ്യാഖ്യാനിച്ചുകൊണ്ടിരിക്കുന്നത്. മഹാനായ തിരുവള്ളുവരെ ഞാൻ നമിക്കുന്നു. ലളിതവും വിപുലവുമായ വ്യാപ്തിയിൽ അദ്ദേഹത്തിന്റെ ചിന്തകളും രചനകളും നൂറ്റാണ്ടുകളായി മനുഷ്യരാശിയെ ശക്തമായി സ്വാധീനിച്ചിട്ടുണ്ട്. തമിഴിലെ ക്ലാസിക്കൽ സാഹിത്യ കൃതികളിൽ ഏറ്റവും പ്രധാന സ്ഥാനം വഹിക്കുന്ന തിരുക്കുറളിന്റെ ഗുജറാത്തി വിവർത്തനം പുറത്തിറക്കിക്കൊണ്ട് ഇന്ത്യയുടെ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി പറഞ്ഞ വാക്കുകളാണിവ. തിരുക്കുറളിൽ പ്രകടിപ്പിക്കുന്ന ആശയങ്ങൾ വളരെ സാർവത്രികമാണ്. ഇന്നും സാധാരണക്കാരുടെ ധാർമ്മികതയെക്കുറിച്ച് വളരെയധികം പ്രതിപാദിച്ചിട്ടുള്ള ഈ ഗ്രന്ഥം തമിഴ് ഗ്രന്ഥം എന്നൊക്കെയുള്ള പേരുകളിൽ ഇന്നും അറിയപ്പെടുന്നു. വിശുദ്ധ വാക്യങ്ങൾ അല്ലെങ്കിൽ കുറൾ എന്ന ചുരുക്കത്തിൽ അറിയപ്പെടുന്ന തിരുക്കുറൾ 7 വാക്കുകൾ വീതമുള്ള 1330 ചെറിയ ഈരടികൾ അല്ലെങ്കിൽ കുറളുകൾ അടങ്ങിയ ഒരു ക്ലാസിക് തമിഴ് ഭാഷാ ഗ്രന്ഥമാണ്. പരമ്പരാഗതമായി തമിഴ് വേദം, ദിവ്യ പുസ്തകം തുടങ്ങിയ വിശേഷണങ്ങളും ഇതര തലക്കെട്ടുകളും ഉപയോഗിച്ച കുറളിനെ പ്രശംസിക്കുന്നു. കുരളിന്റെ ചരിത്രത്തിലുടനീളം ധാർമ്മിക, സാമൂഹിക, രാഷ്ട്രീയ, സാമ്പത്തിക, മത, ദാർശനിക, ആത്മീയ മേഖലകളിലെ പണ്ഡിതരും സ്വാധീനമുള്ള നേതാക്കളും ഇതിനെ വളരെയധികം പ്രശംസിച്ചിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ വിവർത്തനം ചെയ്യപ്പെട്ട പുരാതന കൃതികളിൽ ഒന്നായി തമിഴ് വേദഗ്രന്ഥമായ തിരുക്കുറളിനെ കണക്കാക്കുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാസ്റ്റർ പീസായ കുറൾ തമിഴ് ജനതയും തമിഴ്നാട് സർക്കാരും വളരെ കാലമായി ഈ കൃതിയോടെ ആദരവോടെ ആഘോഷിക്കുകയും ഉയർത്തിപ്പിടിക്കുകയും ചെയ്തിട്ടുണ്ട്. നമുക്ക് ചെറുതെങ്കിലും ഓരോ ദിവസവും ഓരോ വെള്ളിയാഴ്ചയും 10 കുറുളുകൾ വീതം അടങ്ങുന്ന ഒരു അധികാരമാണ് നമ്മളിവിടെ വിവർത്തനം ചെയ്യപ്പെടുകയും വ്യാഖ്യാനിക്കപ്പെടുകയും ചെയ്യുന്നത്. ഈ ഒരു ഉദ്യമത്തിന്റെ ഭാഗഭാക്കാകാനായിട്ട് നമ്മളെ ഓരോരുത്തരും വളരെയധികം പരിശ്രമിക്കുന്നുണ്ട്. ഇതിന്റെ പ്രധാനപ്പെട്ട ചുമതല വഹിക്കുന്ന ശ്രീ മോഹൻദാസ് സാറിനെ ഞാൻ ഈ ഒരു എപ്പിസോഡിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. അതുപോലെ ഇതിൽ പങ്കെടുക്കുന്ന ഇതിന്റെ അണിയറ ശില്പികളായിട്ടുള്ള ഓരോരുത്തരെയും ഞാൻ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. അതുപോലെ മാറ്റ്നി ഫ്രീ വെബിനാറിന്റെ സാരഥിയായ സാബു സാറിനെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. താങ്ക് യു. മോഹൻദാസ് സാർ, വെൽക്കം സർ. ഇന്ന് ജൂൺ 20 മാറ്റ്നി ഫ്രീ വെബിനാറിന്റെ 1541 ക്ലാസ് ആണ്. തിരുക്കുറളെ സംബന്ധിച്ചോളം 52 അധ്യായങ്ങൾ, ഒരു വർഷം 52 ആഴ്ചകൾ വരുമ്പോൾ ഒരു വർഷം പൂർത്തിയാകുന്ന ഒരു ദിവസമാണ് ഇന്ന്. അത് ഒരു മുടക്കവും ഇല്ലാതെ സാബു സാർ അത് കൊണ്ടുപോയിട്ടുണ്ട്. ഇടയ്ക്ക് ആ ഈസ്റ്ററിന്റെ ഇത് വന്നപ്പോൾ, ഗുഡ് ഫ്രൈഡേ വന്നപ്പോൾ മാത്രമേ ഉള്ളൂ അന്ന് ആ പ്രോഗ്രാമായിട്ട് വന്നുകൊണ്ട് മാത്രം ഒരാഴ്ചത്തേക്ക് നമ്മളത് മാറ്റിവെക്കേണ്ടി വന്നു. അപ്പോൾ തുടർച്ചയായിട്ട് ഇത്രയും ദിവസം ഇത് കൊണ്ടുപോകാൻ എല്ലാവരുടെയും സഹകരണം ഉണ്ടായിരുന്നു. ആത്മാർത്ഥമായിട്ട് അത് എത്ര പേരെന്നുള്ളതല്ല, അത് പൂർണ്ണമായിട്ടും അത് പൂർത്തീകരിക്കണം എന്നുള്ള ആഗ്രഹത്തിൽ കൂടി ചെയ്തതാണ്. അത് ഇന്ന് ഒരു വർഷം പൂർത്തിയാകുന്നതിൽ ഒരു ചാരിതാർത്ഥ്യമുണ്ട്. പിന്നെ തിരുക്കുറളിനെക്കുറിച്ച് 1-2 വാക്കുകളോട് പറഞ്ഞിട്ട് ഇതിലേക്ക് കിടക്കാം. കാരണം പറയുന്ന മരത്തിന്റെ പിന്നെ എന്താ പറയുക, വളവ് അല്ലെങ്കിൽ അത് കോണിപ്പ് മാറ്റുന്നത്, അളക്കുന്നത് പഞ്ഞിനൂല് കൊണ്ടാണെന്ന്. അതുപോലെ മനസ്സിന്റെ വളവ് അല്ലെങ്കിൽ ആ കോണ് മാറ്റുന്നത് ഇങ്ങനെയുള്ള ധർമ്മഗ്രന്ഥങ്ങൾ കൊണ്ടാണ് മാറ്റാൻ സാധിക്കുന്നത്. അതുപോലെ പിന്നെ പുറനാനൂറ് എന്നുള്ള ഒരു കൃതിയില് തിരുക്കുറളിനെ കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണ്: ഭഗവാനെ മനുഷ്യൻ അങ്ങോട്ട് അരുളി ചെയ്ത ഒരു കൃതിയാണ് തിരുവാസകം എന്ന് പറഞ്ഞിട്ടുണ്ട്. തിരിച്ച് മനുഷ്യന് ഭഗവാൻ അരുളി ചെയ്തതാണ് ഭഗവത്ഗീത. മനുഷ്യൻ അരുളി ചെയ്തതാണ് തിരുക്കുറൾ. തിരുവള്ളുവർ അരുളി ചെയ്ത തിരുക്കുറൾ ഒരിക്കലും നശിക്കാത്തതും ചിരഞ്ജീവിയായിട്ട് തികഴുന്നതും ആണ്. അതുപോലെ എല്ലാ മതക്കാർക്കും എല്ലാ
വിശ്വാസികൾക്കും എല്ലാ കാലത്തും എല്ലാ ദേശത്തവർക്കും ഒരേപോലെ ഒരു അറിവിന്റെ ജ്ഞാനം പകരുന്ന ഒന്നാണ് തിരുക്കുറൾ. ഇന്നത്തേത് കർത്തവ്യബോധം, തെരുന്ത് വിനയാടൽ, അധികാരം 52, 511. நன்மையும் தீமையும் நாடி நலம் புரிந்த தன்மையான் ஆளப்படும். நன்மையும் தீமையும் ஆகிய இரண்டையும் ஆராய்ந்து நன்மை தருகின்றவற்றையே விரும்புகின்ற இயல்பு உடையവൻ செயலுக்கு ഉരിയവനാக ആളപ്പെടുവാൻ. അതായത് ഇവിടെ രാജാവിനെ കുറിച്ചാണ് അന്ന് പറഞ്ഞു പോകുന്നതെങ്കിൽ ആ അരസൻ ആദ്യമായി ഒരു കർത്തവ്യം ഏൽപ്പിച്ചാൽ, ഇനി ആദ്യത്തെ വരിയിൽ ആദ്യം നന്മയും അതിലുള്ള നല്ലതും തീമയും അതിലെ ദുഷ്യവശങ്ങളും ആ കർമ്മം കൊണ്ടുള്ള നേട്ടങ്ങളെ നഷ്ടങ്ങളും നാടി എന്തൊക്കെയാണെന്ന് നല്ലപോലെ ചിന്തിച്ചറിഞ്ഞ് നല്ല ഗുണങ്ങൾ മാത്രം പുരിന്ത് കാംക്ഷിച്ച് താല്പര്യപ്പെടുന്ന തന്മയാൻ പ്രകൃതത്താൽ തുടർന്നും ആ രാജാവിനാൽ ആളപ്പെടും. മികച്ച കർത്തവ്യങ്ങളിലേക്ക് വിശ്വാസപൂർവം നിയോഗിക്കപ്പെടും. അവനിൽ രാജപ്രീതി നല്ലതുപോലെ ഉണ്ടാകും. അതായത് നന്മതിന്മകളെ കുറിച്ച് നന്നായി ചിന്തിച്ചറിഞ്ഞ ശേഷം നന്മയും രാജ്യ താല്പര്യവും ക്ഷേമവും വർദ്ധിപ്പിക്കുന്ന പ്രവർത്തികൾ മാത്രം കണ്ടറിഞ്ഞ് സമർപ്പണ ബോധത്തോടെ അവ നിർവഹിക്കാൻ മനസ്സിരുത്തുന്ന പ്രകൃതമുള്ളവനെ അരസൻ വിശേഷ താല്പര്യത്തോടെ അംഗീകരിക്കുകയും മെച്ചപ്പെട്ട സ്ഥാനങ്ങളിൽ നിയോഗിക്കുകയും ചെയ്യും എന്ന് തുടക്കത്തിലെ പറയുന്നുണ്ട്. ആ കർത്തവ്യ ബോധം ഒരാൾ ഉണ്ടെങ്കിൽ അത് രാജാവിന് വളരെയധികം പ്രശംസിക്കപ്പെടും. ഓക്കെ, എല്ലാവർക്കും നമസ്കാരം. ഒരു പൂർണ്ണ വർഷത്തിൽ ഉള്ളടങ്ങിയിരിക്കുന്ന 52 ആഴ്ചകൾ ഇന്ന് പൂർത്തീകരിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ദിനമാണ് ഇന്നത്തേത്. അതുകൊണ്ട് ഇന്ന് പങ്കെടുക്കണം എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു അദമ്യമായ ആഗ്രഹത്തിലാണ് ഞാൻ ഇന്ന് ഇവിടെ ചിരക്ലേശം സഹിച്ച് തന്നെ എത്തിയിരിക്കുന്നത്. എല്ലാവർക്കും നമസ്കാരമുണ്ട്. രാജധർമ്മത്തിൽപ്പെട്ടതും ഒരു രാജാവിന് വിജയം കൈവരിക്കാൻ സാധിക്കുന്നതും അതിനായി തൻ്റെ കൂട്ടാളികളെ എത്തരത്തിൽ തിരഞ്ഞെടുക്കണം എന്നൊക്കെ ഉദ്ബോധിപ്പിക്കുന്ന ഒരു അധ്യായമാണ് 52-ാം അധ്യായം. ഒരു രാജാവിന് മാത്രമല്ല സകല മനുഷ്യർക്കും ഇതിൻ്റെ സന്ദേശം ബാധകമാണ് താനും. അതാണ് നമുക്ക് ഇതിലുള്ള പ്രസക്തി. തുടങ്ങാം. അധികാരം 52. തെരുന്തു വിനയാടൽ. അല്ലെങ്കിൽ മലയാളത്തിൽ അതിനെ കർത്തവ്യബോധം, ഇംഗ്ലീഷിൽ സെൻസ് ഓഫ് ഡ്യൂട്ടി എന്നും നമുക്ക് വിശേഷിപ്പിക്കാം. ഒരു കൊച്ചു ഇൻട്രൊഡക്ഷൻ പറഞ്ഞാൽ, ഗുണദോഷങ്ങൾ വിലയിരുത്തി നന്നായി നിർവഹിക്കാനുള്ള കഴിവ്, അതുകൊണ്ട് അങ്ങനെ ഒന്നുണ്ടെങ്കിൽ ഒരാൾക്ക് പ്രധാന അസൈൻമെന്റുകളുടെ ചുമതല ഏറ്റെടുക്കേണ്ടി വരും. വരുമാന സ്രോതസ്സുകൾ വർദ്ധിപ്പിച്ച് വരുമാനം സൃഷ്ടിച്ച് വിശകലനം ചെയ്ത് തടസ്സങ്ങൾ മറികടന്ന് സ്നേഹം, ജ്ഞാനം, നിർഭയമായ വിശകലന മനസ്സ്, തെറ്റായ ദിശയിലുള്ള ആഗ്രഹത്തിന്റെ അഭാവം, ഇവയിൽ ഉയർന്ന സ്കോർ നേടുന്ന ഒരാളെ ആണ്
ഏതൊരാളും കൂട്ടാളിയായി തിരഞ്ഞെടുക്കുക അഥവാ തിരഞ്ഞെടുക്കേണ്ടത്. നാം ആളുകളെ വിലയിരുത്തുകയും തിരഞ്ഞെടുക്കുകയും ചെയ്ത് ഏതൊരു വിധത്തിലും നിർവഹണത്തിന്റെ ഗുണനിലവാരത്തെ അടിസ്ഥാനമാക്കിയാണ് അവർ വേറിട്ട് നിൽക്കുന്നത്. 511 കുറലിലേക്ക് കടക്കുമ്പോൾ നന്മയും തീമയും നാടിനലം പുരുന്ത തന്മയ്യാൻ ആളപ്പെടും. നന്മയും തിന്മയും ആരാഞ്ഞ് നന്മ ചെയ്യുന്നതാൽ അത്രേ നിയോഗം. അതായത് നന്മ തിന്മകളെ വിശകലനം ചെയ്ത ശേഷം പുണ്യത്തിൽ വിശ്വാസമർപ്പിക്കുന്ന ഒരാളെ ജോലിക്കായി പരിഗണിക്കുക. ഏറ്റവും പ്രമുഖനായ അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട വ്യക്തിയെ അല്ല, മറിച്ച് അത് ചെയ്യാനറിയാവുന്ന, ആസൂത്രണം ചെയ്യാനും നടപ്പിലാക്കാനും പൂർത്തിയാക്കാനും കഴിയുന്നവരെയാണ് ചുമതല ഏൽപ്പിക്കേണ്ടത്. നന്മ തിന്മകൾ ആരാഞ്ഞ് നന്മ മാത്രം ഗ്രഹിച്ചിടും വിവേകി കർമ്മയോഗ്യനായെന്നും സ്വീകാര്യനായിടും എന്നാണ് മലയാളത്തിൽ കവി പാടുന്നതിന് പറയാവുന്നത്. ഓക്കെ, താങ്ക് യു. ഓവർ. Thank you, sir. Tirukkural, chapter 52, Sense of Duty. With great power comes great responsibility. This well-known proverb perfectly encapsulates the essence of Tirukkural, chapter 52, Sense of Duty, Therundu Vinayadu. This chapter by Thiruvalluvar delves into the profound obligations that individuals, particularly those in positions of authority or with significant influence, have towards their community and those around them. It emphasizes that true leadership and a meaningful life are not just about personal gain, but about actively contributing to the well-being and prosperity of others. The verses highlight the importance of understanding one's role diligently, fulfilling the duties associated with it. Thiruvalluvar underscores that neglecting these responsibilities can lead to societal decline and personal dishonor. Ultimately, the chapter serves as a timeless guide for cultivating a strong moral compass and living a life dedicated to service. Verse 5:11. Consider for work one who relies on virtue after analysis of good and evil. This Quran emphasizes the critical importance of selecting individuals for any task who possess a strong moral compass and the wisdom to discern between right and wrong. It suggests that merely having skills is insufficient. The person must genuinely desire to do good and act virtuously. A leader should meticulously evaluate a candidate's character, ensuring they prioritize ethical conduct above all else. This individual, having carefully weighed the potential benefits and drawbacks of a situation, will always choose the path that leads to righteousness
and collective well-being. Such a person is reliable and trustworthy, ensuring the task is executed with integrity. In the Ramayana, Lord Rama exemplifies this Kural when choosing his companions and advisors. Despite his immense power, he always sought the counsel of wise and virtuous individuals like Lakshmana, Sugriva, and Hanuman. Rama's discernment in selecting allies based on their virtue and dedication to Dharma ultimately led to the triumph of good over evil, showcasing the practical application of Thiruvalluvar's timeless wisdom. Thank you. അഞ്ഞൂറ്റി 12 വാരി പെരുക്കി വളമ്പടുത്ത് ഉற்றவை ஆராய்வான் செய்க வினை. பொருள் வரும் வழிகளை பெருகச் செய்து அவற்றால் வளத்தை உண்டாக்கி வரும் ഇടയൂറുകളെ ആരാய்ந்து നീക്ക വല്ലവനെ செயல் செய்ய வேண்டும். ഇവിടെ എല്ലാം പറയുന്ന ഒരു പ്രവൃത്തിയെ ഇല്ലെങ്കിൽ ഒരു കർത്തവ്യത്തെ ഒരാളിനെ ഏൽപ്പിക്കുമ്പോൾ രാജാവ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. അത് ആദ്യത്തെ ഒന്ന് പറഞ്ഞു. രണ്ടാമത്തെ പറയുന്നത് വാരിപ്പെറുക്കി, അതായത് സമ്പത്ത് വരുന്ന മാർഗങ്ങളും അതിനെ അധികരിപ്പിക്കാൻ, പെരുക്കി എന്ന് പറഞ്ഞാൽ കൂട്ടുക, വർദ്ധിപ്പിക്കുക, അധികരിപ്പിച്ച് വളമ്പടുത്ത് ആ സമ്പത്ത് കൊണ്ട് ധനസ്ഥിതി തുലവും ഉത്തമമാക്കി വീണ്ടും അത് അടുത്ത ലെവലിലേക്ക് കൊണ്ടുചെന്ന് ഉറ്റവൈ ആ സമ്പത്ത് വരുന്നതായ മാർഗങ്ങളിൽപ്പെട്ട മറ്റു വിധത്തിലുള്ള പ്രതിബന്ധങ്ങളെ ആരായുവാൻ, ദിനംതോറും ചിന്തിച്ച് ഇല്ലാമ ചെയ്യുവാൻ പ്രാപ്തിയുള്ളവൻ ചെയ്യുകവിനെ, അങ്ങനത്തെ ആളാണ് കർത്തവ്യങ്ങൾ ചെയ്യുവാൻ അർഹനായിട്ടുള്ളത്. സമ്പത്തും ലാഭവും വരുന്ന മാർഗങ്ങൾ വിപുലീകരിച്ച് അങ്ങനെ വളരുന്ന ധനസ്ഥിതിയെ അഭിവൃദ്ധിപ്പെടുത്തി അതിന്റെ വളർച്ചയ്ക്കിടയിൽ വരാവുന്ന പ്രതിബന്ധങ്ങളെ കണ്ടറിഞ്ഞ് നീക്കി പരിപാലിക്കാൻ പ്രാപ്തനായിട്ടുള്ളവനെയാണ് കർമ്മങ്ങൾക്ക് വേണ്ടി നിയോഗിക്കപ്പെടാൻ അർഹനായിട്ടുള്ളത് എന്ന് കവി വളരെ ലളിതമായിട്ട് പറഞ്ഞു വയ്ക്കുന്നു. കഴിഞ്ഞു സാറേ? ഓക്കെ, കഴിഞ്ഞു. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് മോഹൻദാസ് സാറിനോടൊപ്പം ആദിഭഗവൻ സാറുണ്ട്, ജോഷി സാറുണ്ട്. എല്ലാരെയും കണ്ടപ്പോൾ വളരെയധികം സന്തോഷം തോന്നുന്നു. എല്ലാവർക്കും നമസ്കാരം. തിരുക്കുറൾ ഭാഗം 2, അധികാരം 52. തെരുന്തു വിനയാടൽ, കർത്തവ്യബോധം, സെൻസ് ഓഫ് ഡ്യൂട്ടി. കുറൾ 512. തിരുവള്ളുവർ പറയുന്നു, സമ്പത്തും ലാഭവും വരുന്ന മാർഗങ്ങൾ വിപുലീകരിച്ച് അങ്ങനെ വളരുന്ന സമ്പത്ത് അവസ്ഥയെ ഉയർച്ചയിലേക്കാക്കി അതിന്റെ വളർച്ചയ്ക്കിടയിൽ വന്നേക്കാവുന്ന തടസ്സങ്ങളെ മനസ്സിലാക്കി അല്ലെങ്കിൽ കണ്ടറിഞ്ഞ് അതിനെ മാറ്റി വേണ്ടാവണ്ണം നോക്കിക്കണ്ട് പരിപാലിക്കുവാൻ കഴിവുള്ളവനാണ് കർമ്മങ്ങൾ ചെയ്യുവാൻ വേണ്ടി നിയോഗിക്കപ്പെട്ടിട്ടുള്ളത്. അങ്ങനെയുള്ളവനാണ് അതിന് അർഹനായിട്ടുള്ളവനും. രാജധർമ്മങ്ങളിൽ ഏറ്റവും പ്രാധാന്യമർഹിക്കുന്ന ഒന്നാണ് ഖജനാവിലേക്ക് ധനസമ്പാദനം, വേണ്ടും വിധം അത് ഉപയോഗിക്കൽ, അതിന്റെ ആഗമനത്തെ തടസ്സമില്ലാതെ ഒഴുകിയെത്താൻ അനുവദിക്കൽ എന്നിവ. മാത്രമോ ധനത്തെ, ഐശ്വര്യത്തെ സകല ആദരവോടും കൂടി പരിപാലിച്ചാൽ മാത്രമേ തൻ്റെ ഖജനാവ് ശൂന്യമാകാതിരിക്കാൻ ഒരു രാജാവിന് കഴിയൂ. പണമില്ലാത്തവൻ പിണമാണെന്ന് പഴഞ്ചൊല്ല് ഇവിടെ അന്വർത്ഥമാണെന്ന് കാണാം. എന്തുകൊണ്ടാണ് മനുഷ്യൻ ഇത്രയധികം ധനത്തിന് പ്രാധാന്യം നൽകുന്നത്?
ഭൂരിഭാഗം മനുഷ്യരുടെയും ജീവിത ലക്ഷ്യം തന്നെ ധനസമ്പാദനം ആണ്. ഇവിടെ പണം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ധനം എന്ന് പറയുന്നത് ഒരു വസ്തു നേടുന്നതിനുള്ള ഉപാധി മാത്രമാണ്. പണം ഭൗതിക ലോകത്തിൽ നൽകുന്നതോ ധൈര്യവും. നമ്മുടെ കൈവശം ധനം ഉണ്ടെങ്കിൽ ആന്തരിക സുഖത്തെക്കുറിച്ച് ആലോചിക്കും. ഏത് ആപത്തിനെയും മറികടക്കാനും നല്ല സുഹൃത്ത് വൃന്ദം ഉണ്ടാക്കാനും ആഗ്രഹിച്ചതെന്തും നേടാനും, അതുപോലെ തന്നെ ധനമുണ്ടെങ്കിൽ ജോലി എടുക്കണ്ട എന്ന് പോലും, ജോലി ചെയ്യുക പോലും വേണ്ട എന്ന് പോലുമുള്ള വിചാരം മനുഷ്യനുണ്ടാകുന്നു. കാലിയായ ഖജനാവ് രാജാവിന്റെ മഹിമ കുറയ്ക്കുന്നു. പ്രഭുവിനെ ആദരിക്കുന്നതും നിസ്വനെ പുറന്തള്ളുന്നതും, നിസ്വൻ എന്ന് പറയുന്ന സാധാരണക്കാരനെ പുറന്തള്ളുന്നതിനും കാരണം അവനവന്റെ ധനവൃദ്ധി തന്നെ. ഇന്ന് സമൂഹത്തിൽ ഉയർന്ന സ്ഥാനം കാക്ഷിക്കുന്നവർ ആദ്യം ചെയ്യുന്നത് ഒരു ആഡംബര സൗധം ഉണ്ടാക്കലായിരിക്കും. പിന്നീടോ ഒരു മുന്തിയ വാഹനം കൈക്കലാക്കും. ഉണ്ടായിരുന്ന ധനവും കടം മേടിക്കുന്ന ധനവും അതിൽ നിന്നൊന്നും പുരോഗമനപരമായി ലഭിക്കുന്നില്ല, ഒന്നും തന്നെ ലഭിക്കുന്നില്ല എന്നറിയാമെങ്കിലും നാം ഇന്നത് ചെയ്യുന്നു. കൊമേഴ്സ് ഭാഷയിൽ പറഞ്ഞാൽ അത് നമ്മുടെ കയ്യിലുണ്ടായിരുന്ന പണത്തെ ഡെഡ് മണി ആക്കുന്നു. ആവശ്യത്തിലധികം ഉപയോഗിക്കുമ്പോഴാണത് കേട്ടോ. രാജാവായിക്കോട്ടെ മനുഷ്യനായിക്കോട്ടെ കയ്യിലുള്ള പണത്തെ കരുതലോടെ ഉപയോഗിക്കുകയും ധനാഗമനം പുരോഗമിക്കാൻ ആവശ്യമായ നടപടികൾ കൈക്കൊള്ളുകയും ഭാവിയിൽ വന്നേക്കാവുന്ന തടസ്സങ്ങളെ മുൻകൂട്ടി അറിഞ്ഞ് പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരു ഭൂപതിയെയാണ് നാടിന് ആവശ്യമെന്ന് ഇവിടെ പ്രതിപാദിക്കുന്നു. അതുപോലെ കാലം മാറിയ സാഹചര്യത്തിൽ ഒരു രാജ്യത്തിന്റെ നെടും നായകൻ, അതായത് ഏറ്റവും പ്രധാനി, ഒരു രാജ്യത്തിന്റെ പ്രധാനി, ഒരു സംസ്ഥാനത്തിന്റെ പ്രധാനി, ഒരു കുടുംബത്തിന്റെ നാഥൻ പോട്ടെ, ഒരു വ്യക്തി തന്നെയാണെന്നിരിക്കട്ടെ, മുകളിൽ പറഞ്ഞ കാര്യങ്ങളിൽ ജാഗരൂകനല്ലെങ്കിൽ അത്തരം സ്ഥാനങ്ങളിൽ വിരാജിച്ചിട്ട് എന്ത് കാര്യം? പല സാമ്രാജ്യങ്ങളും നിലനിന്നതും കടപുഴകി വീണതും ധനവിനിയോഗത്തിലെ നായകന്മാരുടെ അപക്വതയാണെന്ന് നമുക്ക് കാണാൻ കഴിയും. ധനം വളരെ സൂക്ഷ്മതയോടെ ഉപയോഗിക്കണം. എന്തുകൊണ്ട് ധനം വേണം, എങ്ങനെ അത് വിനിയോഗിക്കണം, എങ്ങനെ കരുതി വെക്കണം എന്ന് തിരുവള്ളുവർ അരജന്മാർക്ക് ഈ കുറളിൽ സൂചന കൊടുക്കുന്നു. മുഗൾ രാജാവായ അക്ബറിന്റെ പെരുമ പിൽക്കാല ചക്രവർത്തികളിലൂടെ ചോർന്നു പോകുന്നതും ബഹദൂർ ഷാ സെക്കൻഡിന്റെ കാലത്ത് അടിത്തറ പോലും നഷ്ടപ്പെടുന്നതും നായകന്റെ ഖജനാവിലുള്ള അശ്രദ്ധ തന്നെയാണ്. ജനകോടികളുടെ വിശ്വസ്ത സ്ഥാപനത്തിനും പറ്റിയത് മറ്റൊന്നല്ല. ധനം വരുന്ന മാർഗങ്ങളെ, സമ്പത്ത് വരുന്ന മാർഗങ്ങളെ അധികരിച്ച് ആ സമ്പത്ത് കൊണ്ട് ധനസ്ഥിതി തുലോം ഉത്തമമാക്കി ആ സമ്പത്ത് വരുന്നതായ മാർഗങ്ങളിൽപ്പെട്ട് മറ്റു വിധത്തിലുള്ള പ്രതിബന്ധങ്ങളെ ദിനംതോറും ചിന്തിച്ച് ഇല്ലായ്മ ചെയ്യുവാൻ പ്രാപ്തിയുള്ളവൻ മാത്രമാണ് കർത്തവ്യങ്ങൾ ചെയ്യുവാൻ അർഹനായിട്ടുള്ളത്. രാജാവ് ഐശ്വര്യദേവതയെ വേണ്ടുവിധം സംരക്ഷിക്കേണ്ടതിന്റെ ആവശ്യകത ഊന്നി പറയുന്ന മഹത്തായ ഈ ഈരടി നമുക്ക് കേൾക്കാം. കുറൾ 512. പെരുക്കി വളം പടുത്തു ഉറ്റവൈ ആരായി വാൻ ചെയ്യുക, മാർഗം പരിപ്പിച്ച് വൃദ്ധി ചെയ്തിട യൂറു നീക്കുന്നോൻ ചെയ്യുക കർമ്മം. ഓവർ. താങ്ക് യു സർ. Hi, good evening to all. Chapter 52, Sense of Duty. Kural 512. വാരിപ്പെരുക്കി വളം പടുത്തു ഉറ്റവൈ ആരായുവാൻ ചെയ്യുക. Duty should be performed by smart one who increase the source of income and create profit out of it by removing possible hurdles in advance. This Qural emphasizes
the importance of selecting and employing individuals based on their ability to increase revenue and manage wealth effectively. It highlights that entrusting tasks to those who can augment income and identify potential hurdles is crucial for financial success. വാരിപ്പെരുക്കി വളം പടുത്തു ഉറ്റവായി ആരായുവാൻ ചെയ്യുക. താങ്ക് യു. ഓവർ. ഗിരിജു 513 அன்பு, அறிவு, தேற்றம், அவாயின்மை இந்நான்கும் நன்கு உடையான் கட்டே தெளிவு. அன்பு, அறிவு, ஐயம் இல்லாமல் தெளியும் ஆற்றல், அவா இல்லாமை ஆகிய இந்நான்கு பண்புகளையும் நிலையாக உடையவனை தெளியலாம். അത് രാജാവിൽ ആദ്യം അൻപ്, സ്നേഹവും, 2 അറിവും, സ്വന്തം ജോലിയിൽ വേണ്ടതായ അറിവും, തേറ്റം ആ ജോലികൾ ചെയ്യുന്നതിനുള്ള നൈപുണ്യവും, അവ ഇന്മ അവ എന്ന് പറഞ്ഞാൽ ആർത്തിയാണ്, അവ ഇന്മ ആർത്തി ഇല്ലായ്മ, അതായത് ദ്രവ്യം കയ്യിലെത്തുമ്പോൾ, സമ്പത്ത് കയ്യിലെത്തുമ്പോൾ അതിന്മേൽ ഒരു ആർത്തി ഉണ്ടാകും, ആ ആർത്തി ഇല്ലാതെ ഇരിക്കുന്ന ഒരവസ്ഥ. ഈ നങ്ങും ആയ ഈ 4 ഗുണവിശേഷങ്ങളും നൻകുടയാൻ കട്ടെ നല്ലപോലെ ഇണങ്ങി ചേർന്നിട്ടുള്ള ഒരുവനിൽ മാത്രമേ തെളിവ്, വിശിഷ്ട കർത്തവ്യങ്ങൾ ഏൽപ്പിക്കാവൂ. ഓവർ. താങ്ക് യു സർ. ഓക്കെ. കുറൽ 513. അൻപു അറിവ് തേറ്റം അവാവിന്മൈ ഇന്നാൻകും നൻകുടയാൻ കട്ടേ തെളിവു. അൻപറിവു നിശ്ചയ മനാസക്തി ഈ നാലിൽ മുൻപനിൽ മാത്രമാം തെളിവു. അൻപറിവു നിശ്ചയം മനാസക്തി ഈ നാലിൽ മുൻപനിൽ മാത്രമാം തെളിവു. ഏതെങ്കിലും ഒന്ന് ചെയ്യുക എന്നതല്ല കർത്തവ്യം. ചെയ്യുന്ന പ്രവൃത്തിക്ക് വ്യക്തമായ ഒരു ഉദ്ദേശം ഉണ്ടാവണം. അത് ആത്മാർത്ഥമായി നിർവഹിക്കണം. ലക്ഷ്യം സ്വാർത്ഥമാവരുത്. വഴി ശുദ്ധമായിരിക്കണം. എങ്കിലേ ആ കർത്തവ്യം പവിത്രമാകൂ. നന്മ തിന്മകളെക്കുറിച്ച് നന്നായി ചിന്തിച്ചറിഞ്ഞ ശേഷം നന്മയും രാജ്യതാൽപര്യവും ക്ഷേമവും വർദ്ധിപ്പിക്കുന്ന പ്രവർത്തികൾ മാത്രം കണ്ടറിഞ്ഞ് സമർപ്പണ ബോധത്തോടെ അവ നിർവഹിക്കുവാൻ മനസ്സിരുത്തുന്ന പ്രകൃതം ആരൊരാൾക്കുണ്ടോ അയാളായിരിക്കണം മന്ത്രി. അങ്ങനെയുള്ള സത്യസന്ധന്മാരെ മാത്രമേ രാജാവ് കർത്തവ്യങ്ങൾക്ക് ചുമതലപ്പെടുത്താവൂ എന്ന് കുറൽ. അത്തരക്കാരെയാണ് ഉത്തരവാദിത്വപ്പെട്ട സ്ഥാനങ്ങളിൽ നിയമിക്കേണ്ടത്, അല്ലാതെ ബന്ധുക്കളെയും ആശ്രിതരെയും അല്ല. സമ്പത്തും ലാഭവും വരുന്ന മാർഗങ്ങൾ വിപുലീകരിക്കണം. വളരുന്ന ധനസ്ഥിതിയെ വീണ്ടും അഭിവൃദ്ധിപ്പെടുത്തണം. പ്രതിബന്ധങ്ങൾ കണ്ടറിഞ്ഞ് മുൻകൂട്ടി പരിഹരിക്കണം. നിയോഗിക്കപ്പെടുന്ന ആൾ കർത്തവ്യബോധം തികഞ്ഞവനായിരിക്കണം. ചെയ്യുന്ന പ്രവൃത്തിയിൽ പരിപൂർണമായ ജ്ഞാനമുള്ളവനായിരിക്കണം. നല്ല നൈപുണ്യം വേണം. അനുവദിക്കപ്പെടുന്ന ധനത്തിൽ നിന്നും ഒരു ചില്ലി പോലും സ്വന്തം കാര്യത്തിനോ അല്ലാതെയോ വകമാറ്റി ചെലവഴിക്കാതിരിക്കണം. ഇത്തരം ഗുണങ്ങൾ തികഞ്ഞവന് മാത്രമേ ഒരു മന്ത്രിയായിരിക്കാനുള്ള അർഹതയുള്ളൂ. ഇക്കാലത്ത് വള്ളവരുടെ ഈ നിയമാവലി എത്രത്തോളം പ്രസക്തമാകുന്നു എന്നത് മറ്റൊരു ചിന്താവിഷയം. പക്ഷെ അതിൽ കാലാകാലങ്ങളായി കടന്നു കയറി അതിന്റെ അന്തസത്തയെ ഗ്രസിച്ചു കഴിഞ്ഞ സ്വാർത്ഥം ആദർശങ്ങളെയൊക്കെ എത്രത്തോളം അധപ്പതിപ്പിച്ചു എന്ന് നാം കണ്ടറിയുന്നുണ്ടല്ലോ. എന്താണ് ഒരു ജനതയുടെ യഥാർത്ഥമായ അവകാശം? കർത്തവ്യം തന്നെയാണ് അതിന്റെ ഉത്ഭവസ്ഥാനം. കർത്തവ്യങ്ങൾ കരടില്ലാതെ നിറവേറ്റിക്കഴിഞ്ഞാൽ അവകാശങ്ങൾ തേടി മറ്റെങ്ങും പോകേണ്ടി വരില്ല. എന്റെ നിരക്ഷരയും എന്നാൽ ബുദ്ധിമതിയുമായ അമ്മയിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയത് അർഹതപ്പെട്ടതും സംരക്ഷിക്കപ്പെടേണ്ടതുമായ കടമയിൽ നിന്നാണ് അവകാശങ്ങൾ നേടിയെടുക്കേണ്ടത് എന്ന് ഗാന്ധിജി പറഞ്ഞു. മനുഷ്യൻ സ്വയം കർത്തവ്യങ്ങൾ ശരിയായി നിർവഹിക്കുമ്പോൾ വസന്തകാലം ശൈത്യകാലത്തെ പിന്തുടരുന്നത് പോലെ അവകാശങ്ങളും പിന്തുടരുമെന്ന് അദ്ദേഹം ലോകത്തെ പഠിപ്പിച്ചു. തന്റെ വിശ്വാസത്തിലെ ആദ്യത്തെയും അവസാനത്തെയും വകുപ്പ് അഹിംസയാണെന്നും അത് തന്റെ അടിസ്ഥാന കടമയാണെന്നും അദ്ദേഹം വിശ്വസിച്ചു.
തിരുവിതാംകൂറിലെ അവസാനത്തെ ഭരണാധികാരിയായിരുന്ന ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മ കേരള ചരിത്രത്തിലെ പരിവർത്തനാത്മക വ്യക്തിത്വമായി ഇന്നും ഓർമ്മിക്കപ്പെടുന്നത് അദ്ദേഹത്തിന് സമൂഹത്തോടുള്ള നീതിപൂർവകമായ കർത്തവ്യ നിർവഹണം ഒന്നുകൊണ്ട് മാത്രമാണ്. വെല്ലുവിളികളെ അതിജീവിച്ചുകൊണ്ട് ആധുനികവൽക്കരണത്തിലും സാമൂഹിക സമത്വത്തിലും ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് രാഷ്ട്രീയ, സാമൂഹിക, സാമ്പത്തിക മാറ്റങ്ങളുടെ ഒരു കാലഘട്ടത്തിലാണ് അദ്ദേഹം സിംഹാസനത്തിൽ ഉപവിഷ്ടനായത്. അദ്ദേഹത്തിന്റെ ഭരണകാലത്ത് നടപ്പിലാക്കിയ ഏറ്റവും പ്രധാനവും സുധീരവുമായ പ്രഖ്യാപനമായിരുന്നു 1936 ക്ഷേത്രപ്രവേശന വിളംബരം. ഈ സുപ്രധാന തീരുമാനം തിരുവിതാംകൂറിൽ സാമൂഹ്യ സമത്വത്തിന് വഴിയൊരുക്കി. സാമൂഹിക നീതി, വിദ്യാഭ്യാസം, ആരോഗ്യ സംരക്ഷണം എന്നിവയിലെ സമർപ്പണത്തിലൂടെ ജനങ്ങളുടെ ക്ഷേമത്തിന് മുൻഗണന നൽകുക എന്നത് ഒരു ഭരണാധികാരിയുടെ കർത്തവ്യമാണെന്ന് അദ്ദേഹം തെളിയിച്ചു. ഈ തത്വം എല്ലാ നേതാക്കൾക്കും ഓരോ പൗരന്മാർക്കും ഒരുപോലെ പ്രചോദനം നൽകുന്നതാണ്. കുറൾ 513. അൻപു അറിവു തേറ്റം അവാവിന്മൈ ഇന്നാൻകും നൻകൂടയാൻ കട്ടെ തെളിവു അൻപറിവു നിശ്ചയമനാസക്തി ഈ നാലിൽ മുൻപനിൽ മാത്രമാം തെളിവു. താങ്ക് യു. Thank you. Tirukkural 5:13 states, one having 4 traits of love, knowledge, consistency, and devoid of desire can be trusted. Kural underscores that true trustworthiness in a person, especially for leadership or significant responsibility, is built upon a foundation of 4 key virtues. First, love signifies compassion and a genuine concern for others' welfare. Second, knowledge implies practical wisdom and the ability to understand situations clearly. Third, consistency speaks to unwavering reliability and steadfastness in their actions and principles. Finally, devoid of desire refers to a lack of selfish ambition or greed, ensuring their motives are pure. The Apostle Paul's description in Bible of love in 1 Corinthians 13 highlights its enduring, patient, and selfless nature, echoing the love aspect of the Quran. Passages concerning wisdom, like Proverbs 2:6, for the Lord gives wisdom, from his mouth come knowledge and understanding, underscores the value of knowledge. Similarly, God's own unchangeable nature and the call for believers to be steadfast, immovable, 1 Corinthians 15:58, exemplify consistency. Finally, warnings against greed and covetousness, such as keep your lives free from the love of money and be content with what you have, Hebrews 13:5, reflect the devoid of desire principle. Thus, the Bible consistently emphasizes these virtues as foundational for individuals to be trusted by both God and humanity. Thank you. குறள் 514. எண்ணி வகையான் ஏறிய கண்ணும் வினை வகையான் வேறாகும் மாந்தர் பலர். எண்ணி வகையான் எவ்வகையால் ஆராய்ந்து எழுந்த பிறகும் செயலை மேற்கொண்டு செய்யும் போது அச்செயல்களால் വേറുപടും മക്കൾ ഉലകത്തിൽ പലർ ഉണ്ട്. അതായത് രാജാവ് ഒരാളെ വളരെ പരിശ്രമത്തിന് ശേഷം ഒരാളെ കണ്ടെത്തി ഒരു കർത്തവ്യം ഏൽപ്പിച്ചാലും ആ കർത്തവ്യത്തിന്റെ ഒരു പ്രത്യേകത കൊണ്ട് അദ്ദേഹത്തിന്റെ മനസ്സ് മാറിപ്പോകാനുള്ള സാധ്യത ഉണ്ട് എന്നാണ്. എനി വകയാൻ എല്ലാ വിധത്തിലും തേറിയ കണ്ണും ആരാഞ്ഞ് അതിനുശേഷം
വിശ്വസിച്ച് ഒരു കർത്തവ്യം ഏൽപ്പിക്കപ്പെട്ടാലും വിനയവകയാൻ ആ തൊഴിലിന്റെ പ്രകൃതം കാരണമായി വേറാകും നിഷ്ഠയിൽ നിന്ന് വേർപെട്ടു പോകുന്ന പലർ, മാന്തർ പലർ, മനുഷ്യരും ഈ ലോകത്തിൽ പലരും ഉണ്ട് എന്ന് കവി സമർത്ഥിക്കുന്നു. എത്ര തന്നെ പരീക്ഷിച്ച് നോക്കിയെടുത്താലും അതിൽ നിന്ന് വ്യതിചലിച്ച് പോകുന്ന മനുഷ്യരും അത് സഹജമാണ് ഈ ലോകത്തിൽ എന്ന് കവി പറയും. ഓക്കെ. അടുത്ത ശ്രീകുമാരി മാം ഇന്ന് ആബ്സെന്റ് ആണല്ലോ. മാഡം 4. ഓമന മാമ എഴുതിയിട്ടുണ്ടെന്ന് പറഞ്ഞല്ലോ. ഇല്ല, അത് ഇംഗ്ലീഷിലുള്ള ഇംഗ്ലീഷ് മാത്രമേ ഉള്ളൂ. ഞാൻ പറയാം സാറേ, പറയാം, നോക്കട്ടെ. അത് ശ്രീകുമാരി മാം മലയാളമാണല്ലേ. ശ്രീകുമാരി മാം കുറൽ 514. എനൈ വകയാൻ തേറിയ കണ്ണും വിനയ് വകയാൻ വേറാകും മാന്തർ പലർ. ഏറെ ആരാഞ്ഞു കൈക്കൊള്ളിലും തൊഴിൽ വകയിൽ വേറിട്ടു പോകുന്നു പലരും. അല്പന ഐശ്വര്യം വന്നാൽ അർദ്ധരാത്രി കുട പിടിക്കും. കുലമഹിമയില്ലാത്തവന് അധികാരം കിട്ടിയാൽ അവൻ നാട് നരകമാക്കും. അധികാരം വഴിതെറ്റിക്കും. അങ്ങനെ വഴിതെറ്റിയവരുടെ ഒരു നീണ്ട നിര തന്നെ നമ്മുടെ മുമ്പിലുണ്ട്. ഏൽപ്പിക്കപ്പെടുന്ന കർത്തവ്യത്തിൽ മായം കലർത്തി കിട്ടുന്ന ആദ്യത്തെ അവസരം മുതൽ തൻകാര്യം നോക്കുന്ന ഭരണാധികാരികൾ നാടിന് ശാപം തന്നെ. രാജാവ് മന്ത്രിമാരെ തിരഞ്ഞെടുക്കുന്നതിൽ ഒരു വിട്ടുവീഴ്ചയ്ക്കും വിധേയനായിക്കൂടാ എന്ന കാര്യം നേരത്തെ പറഞ്ഞു. പ്രാപ്തിയും സത്യസന്ധതയും അർപ്പണബോധവും ഇല്ലാത്ത അയോഗ്യരെ ഇവർ തന്റെ സ്വന്തം ആളുകളാണ് എന്ന പരിഗണന വച്ച് ഒരിക്കലും നിയമിച്ചു കൂടാത്തതാണ്. ആശ്രിത വാത്സല്യവും സ്വജനപക്ഷപാതവും ഒരു ധർമ്മരാജാവിനെ പോലും അസുര രാജാവാക്കും. അർഹത മാത്രം മാനദണ്ഡമാക്കാൻ മുതിരാത്ത രാജാവും രാജ്യത്തിന് ഭാരമാകും. അതുമൂലം നാട് നശിക്കുകയും ചെയ്യും. ചെയ്യുന്നവന്റെ സാമർത്ഥ്യം പരീക്ഷിച്ചറിയുക, പ്രവൃത്തിയുടെ ഗൗരവം മനസ്സിലാക്കുക, യോജിച്ച കാലം കണക്കിലെടുക്കുക, ഈ 3 ഘടകങ്ങളും ഒന്നുപോലെ യുക്തമാണെന്ന് തോന്നുമ്പോൾ മാത്രം എല്ലാം കൂട്ടിയിണക്കുക. എങ്കിലേ ഒരു പ്രവൃത്തി ഏറ്റവും ഭംഗിയായി നിർവഹിക്കാനാവും. ഇതിലേതെങ്കിലും ഒരെണ്ണം പിഴച്ചാൽ മതി, എല്ലാം പരാജയപ്പെടുകയും ചെയ്യും. കുറിൽ 514. എനൈ വകയാൻ തേറിയ കണ്ണും വിനയ് വകയാൻ വേറാകും മാന്തർ പലർ. ഏറെ ആരാഞ്ഞു കൈക്കൊള്ളിലും തൊഴിൽ വകയിൽ വേറിട്ടു പോകുന്ന പലരും. താങ്ക് യു. കുറിൽ 514. എനൈവ കയ്യാൻ തേറിയ കണ്ണും വിനൈവ കയ്യാൻ വേറാകും മാന്തർ പലർ. This scroll, in performing duty, many are different, though selected after any way of scrutiny. This scroll discusses how individuals, even after rigorous testing and selection, can change their nature and behavior when put into positions of authority or responsibility. It highlights the potential for transformation of a negative that can occur when someone gains power or influence, emphasizing the importance of vigilance and discernment in leadership. എനൈവ കയ്യാൻ തേറിയ കണ്ണും വിനൈവ കയ്യാൻ വേറാകും മാന്തർ പലർ. താങ്ക് യു. ഓവർ. 515. അറിന്താറ്റി சேகிர்பார்க்கு அல்லால் வினைதான் சிறந்தான் என்று ஏவற்பார் அன்று. செய்யும் வழிகளை அறிந்து இடையூறுகளை தாங்கி செய்து முடிக்க வல்லவனை அல்லாமல் மற்றவனை சிறந்தவன் என்று കരുതി ഒരു செயலை ചെയ്യുമാറ് ഏവക്കൂടാതെ. അതായത് ഈ പറഞ്ഞ കാര്യങ്ങൾ ഒന്നും കൂടി സമർത്ഥിക്കുകയാണ്.
എങ്ങനെ ആൾക്കാരെ കണ്ടെത്തണം എന്നുള്ളതാണ്. ആദ്യത്തെ വരിയിലെ അവസാനത്തെ വാക്ക് വിനയിതാൻ, ഒരു തൊഴിലിനെ അഥവാ കർത്തവ്യത്തെ ആദ്യത്തെ വരിയിലെ ആദ്യത്തെ വാക്ക് അറിന്തു ആറ്റി, നിപുണ്യത്തോടെ അത് നിർവഹിക്കാനുള്ള ഉപായങ്ങളെ നന്നായി അറിഞ്ഞ് ആറ്റി അതിന്മേലുള്ള തടസ്സങ്ങൾ നീക്കി. ആദ്യം വരെ രണ്ടാമത്തെ വാക്ക് സെയ്ർ പാർക്കല്ലാൽ, സെയ്ർ പാർക്കല്ലാൽ ചെയ്യാൻ യോഗ്യത ഉള്ളവർക്കല്ലാതെ. രണ്ടാമത്തെ വരിയിലെ ആദ്യത്തെ വാക്ക് തിറന്നാൻ എന്ന്, ഇവൻ നമ്മോട് സ്നേഹം കാണിക്കുന്നവനാണ് എന്ന് കരുതി ഏവർ പാർട്ടന്റ് ഏൽപ്പിക്കാവുന്നതല്ല. അർഹതയെ നിരസിച്ചു കൊണ്ടുള്ള സ്വജനപക്ഷപാതം അപകടകരമാണ് എന്ന് കവി വീണ്ടും സമർത്ഥിച്ച് പറയുന്നു. ഓവർ. താങ്ക് യു സർ. തിരുക്കുറൾ ഭാഗം 2, അധികാരം 52, തെരുന്തു വിനയാടൽ, കർത്തവ്യബോധം. കുറൾ 515. അറിന്താറ്റി ചെയ്കിർ പാർക്കു അല്ലാൽ വിനൈതാൻ ചിറന്താനെന്റു ഏവർ പാറ്റന്റു. അറിവിറ്റു ചെയ്യുവോർക്കല്ലാതെ ഒരു തൊഴിൽ അലിവോർത്തു നൽകാതിരിക്ക. അറിവിറ്റു ചെയ്യുവോർക്കല്ലാതെ ഒരു തൊഴിൽ അലിവോർത്തു നൽകാതിരിക്കാം. നാം ഒരു കാര്യം ചെയ്യുന്നതിനായി ഏൽപ്പിക്കുന്നയാൾ അതിനെക്കുറിച്ച് നല്ല അറിവും അതിലുപരി അർഹനുമായിരിക്കണം. ആ ജോലി ചെയ്യാൻ എല്ലാരെക്കാളും നിപുണനായിരിക്കുകയും വേണം. മുൻ പരിചയവും വേണം. അതോടൊപ്പം ആ മേഖലയിൽ വിജയങ്ങൾ നേടിയിട്ടുള്ളവനുമായിരിക്കണം. ഇതൊന്നും ഗൗനിക്കാതെ തന്റെ പാദസേവ ചെയ്തു വരുന്ന ഒരുവനെ തന്നോട് ഭക്തിയുള്ളവനാണെന്ന് കരുതി ദയവ് തോന്നി ഒരു ജോലി ഏൽപ്പിക്കുക വഴി തന്റെ ഭാവി അപകടപ്പെടുത്തുകയാണ് അയാൾ ചെയ്യുന്നത്. ഏതു മേഖലയിലായാലും അനർഹരെ കാര്യങ്ങൾ ഏൽപ്പിക്കുന്നതിലൂടെ നാശമുണ്ടാകുമെന്ന് സാരം. ചിലരുണ്ട് ഒരാളിൽ നിന്ന് എന്തെങ്കിലും ഒക്കെ പ്രതീക്ഷിച്ച് ഒപ്പം കൂടുന്നവർ. അവർ ആഗ്രഹിച്ചത് ലഭിക്കാതായി പാദസേവ ചെയ്യുന്നു, ആഗ്രഹിച്ചത് ലഭിക്കാനായി പാദസേവ ചെയ്യുന്നു. ഇത്തരക്കാരെ കൂട്ടുന്നതിലൂടെ ശ്രദ്ധിക്കാതെയുള്ള ഓരോ ചുവടും അപകടം നിറഞ്ഞത് തന്നെ. ഉദാഹരണമായി നമ്മുടെ ഇന്നത്തെ രാഷ്ട്രീയ രംഗം തന്നെ നമുക്ക് എടുക്കാം. രാഷ്ട്രീയ രംഗം നോക്കിയാൽ ചിലപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് ചില രാഷ്ട്രീയ കക്ഷികൾ തൽക്കാല വിജയത്തിനായി അനർഹരെ കൂട്ടുകയും കയറിപ്പറ്റിയാൽ അവരുടെ ഉദ്ദേശം നടക്കാതെ വരുമ്പോൾ ഇറങ്ങിപ്പോവുകയും അതുവഴി നാട്ടുകാരെ വീണ്ടും വീണ്ടും തിരഞ്ഞെടുപ്പുകൾ അഭിമുഖീകരിക്കാൻ നിർബന്ധിതരാക്കുകയും ചെയ്യുന്നു. കൂടാതെ ദേശീയ ഖജനാവ് തന്നെ, അതായത് ജനങ്ങളുടെ സമ്പാദ്യത്തെ തന്നെ ദുർവിനിയോഗം നടത്തുന്നതും ഇന്ന് സർവ്വസാധാരണം. ഒരു ഫീൽഡിൽ അറിവുള്ളവർ പറയുന്നത് കേൾക്കുന്നതിലൂടെ വരും വിപത്തിനെ നമുക്ക് തടയാൻ കഴിയും. അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ആധികാരികമായി പറയാൻ പറ്റുന്നവരെ കണ്ടെത്തിയാൽ നമുക്ക് നേട്ടമുണ്ടാകുകയും ചെയ്യും. ഉദാഹരണമായി ഷെയർ മാർക്കറ്റ് നിക്ഷേപം നടത്തുന്നവരോട് മാർക്കറ്റ് ഫീൽഡ് സിഇഒ ഷാരിഖ് ഷംസുദ്ദീൻ പറയുന്നു, ഇക്വിറ്റി ഇൻവെസ്റ്റ്മെന്റ്, അതായത് സ്റ്റോക്കിൽ നിക്ഷേപിക്കുന്നവർ ലോങ് ടേം ഇൻവെസ്റ്റ്മെന്റ് നടത്തുന്നതിലൂടെ അവർക്ക് അടുത്ത മാസം എന്ത് സംഭവിക്കും, അടുത്ത വർഷം എന്ത് സംഭവിക്കും എന്നുള്ള ആശങ്ക ഒഴിവാക്കാനാകും. അങ്ങനെയുള്ള ഒരു കറക്റ്റ് പ്ലാൻ തിരഞ്ഞെടുക്കുന്നതിലൂടെ അടുത്ത വർഷം 10%, 20%, 30% വീഴുമോ കയറുമോ എന്നൊക്കെയുള്ള ചർച്ചകൾക്ക് യാതൊരു പ്രസക്തിയും ഇല്ലാതാകുന്നു. അതാണ് ഏറ്റവും ശക്തമായി നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് എന്നാണ് സിഇഒ പറയുന്നത്. അർഹരായിട്ടുള്ളവർ ഒരു മേഖലയിൽ കടന്നു വരികയും അനർഹരെ ഒഴിവാക്കി പുരോഗതി മാത്രം ലക്ഷ്യം വയ്ക്കുന്നതിലൂടെയും സ്വജനപക്ഷപാതം ഒഴിവാക്കുന്നതിലൂടെയും വിജയം സുനിശ്ചിതമെന്നും എതിർ പ്രവൃത്തികൾ ദോഷമുണ്ടാക്കുമെന്നുമുള്ള ജ്ഞാനം എക്കാലവും പകരുന്നതിനായി
കുറളാകുന്ന മന്ദമാരുത വചനങ്ങളെ സദാ ജനജീവിതങ്ങളെ തഴുകുന്നതിനായി ബോധവാന്മാരാക്കുന്നതിനായി തിരുവള്ളുവർ മൊഴിയുന്നു. കുറൾ 515. അറിന്താറ്റി ചെയ്കിർ പാർക്കു അല്ലാൽ വിനൈതാൻ ചിറന്താൻ എൻറ്റു ഏവർ പാറ്റൻറ്റു. അറിവുറ്റു ചെയ്യുവോർക്കല്ലാതെ ഒരു തൊഴിൽ അലിവോർക്ക് നൽകാതിരിക്കാം. താങ്ക് യു സർ. ഓവർ. ഓമൻ ടീച്ചർ പറയുന്നുണ്ടോ ഇംഗ്ലീഷ് വെർഷൻ? മ്യൂട്ടാണ്. ഓമൻ ടീച്ചർ? Okay, ma'am. ഓക്കെ, താങ്ക് യു. Kural 515. Don't entrust duty to anyone counting as smart. Give responsibility only to one who knows what is to be performed. This profound Kural warns against merely entrusting important tasks to someone simply because they appear intelligent or are favored. True competence, it emphasizes, lies in knowing exactly how to execute a task and enduring the challenges that arise during its completion. It's not enough to possess theoretical knowledge. One must have the practical ability to navigate complexities and overcome obstacles. This sentiment is perfectly captured by the proverb, "The proof of the pudding is in the eating." This means that the true value of effectiveness of something can only be determined by actually trying it or experiencing it, rather than by appearances or initial impressions. A person might seem smart, but their true capability for a duty is revealed only when they demonstrate the actual skill and perseverance to bring it to fruition. Therefore, wise leaders prioritize, demonstrate capability and practical understanding over superficial qualities when assigning responsibilities. Thank you. 516. செய்வானை நாடி வினைநாடி காலத்தோடு எய்த உணர்ந்து செயல். செய்கின்றவனுடைய தன்மையை ஆராய்ந்து செயலின் தன்மையை ஆராய்ந்து தக்க காலத்தோடு பொருந்துமாறு உணர்ந்து செய்விக்க வேண்டும். അതായത് ചെയ്വാനെ നാടി, ഒരു കർത്തവ്യം ചെയ്യാൻ നിയോഗിക്കപ്പെടുന്നവന്റെ യോഗ്യത നാടി നന്നായി കണ്ടറിഞ്ഞതിനു ശേഷം വിനയ് നാടി, അവനെ ഏൽപ്പിക്കുന്ന പ്രവൃത്തിയുടെ പ്രത്യേകതകൾ നാടി നല്ലതുപോലെ വിശകലനം ചെയ്ത് കാലത്തോടും ആ പ്രവൃത്തി ഏറ്റെടുത്ത് ചെയ്യേണ്ടതായ സമയവുമായി കൂട്ടി യോജിപ്പിച്ച് എല്ലാം ഒന്നുപോലെ പൊരുത്തപ്പെടുന്ന മുഹൂർത്തം നോക്കി ഉണർന്ന് വരും വരുവായികളിലുള്ള തികഞ്ഞ ബോധത്തിന്റെ തെളിവ ഉൾക്കൊണ്ടിട്ട് ചെയ്യൽ, അവന് ആ കർത്തവ്യം ചെയ്യുന്നത് നിയോഗിക്കുക. അതായത് എല്ലാം ഒത്തുവരണം. അയാളുടെ സാമർഥ്യം വരണം, അദ്ദേഹത്തിനുള്ള വിശ്വാസം ഉണ്ടാവണം, അതിനുള്ള സമയവും വേണം. ഈ 3 യോജിച്ച് വരുമ്പോൾ മാത്രമേ ഒരു പ്രവൃത്തിയിലേക്ക് കടക്കാൻ പാടുള്ളൂ എന്ന് കവി പറയുന്നുണ്ട്. ഇവിടെ വേറൊരു ഇൻസിഡന്റ് കൂടി ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ചരിത്രത്തിലുള്ളതാണ്.
ഈ രത്തൻ ടാറ്റയുടെ മുമ്പ് അയാളുടെ അപ്പൂപ്പന്റെയും അപ്പൂപ്പൻ ജാംഷെഡ്ജി എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അദ്ദേഹമാണ് ആദ്യമായിട്ട് സ്റ്റീൽ ഇൻഡസ്ട്രി ഭാരതത്തിൽ കൊണ്ടുവരുന്നത്. അന്ന് ബ്രിട്ടീഷുകാരായിരുന്നു. ഇദ്ദേഹത്തിന്റെ ടിസ്കോ എന്നുള്ള ഒരു സ്റ്റീൽ പ്ലാന്റ് അദ്ദേഹം നിർമ്മിക്കാൻ തുടങ്ങി. അപ്പൊ ബ്രിട്ടീഷുകാർ വന്നിട്ട് അവരെ കളിയാക്കി പറഞ്ഞു, ഇവിടുത്തെ ഭാരതത്തിലെ ഉരുക്ക് അല്ലെങ്കിൽ സ്റ്റീലിന് വളരെ വിലയില്ലാത്തതാണ്. നിങ്ങൾ നിർമ്മിക്കുന്ന ഓരോ പൗണ്ട് സ്റ്റീലും പിന്നെ അവര് ടിസ്കോ ഉണ്ടാക്കുന്നത് വെച്ചാല് റെയിൽ പാളങ്ങളെയാണ്. അത് വാങ്ങിച്ച് ഞാൻ ഭക്ഷിക്കാൻ തയ്യാറാണ് എന്നുള്ള രീതിക്ക് ആ ബ്രിട്ടീഷുകാരൻ പറഞ്ഞു. എന്നാൽ ജാംഷെഡ്ജി അതൊന്നും വകവയ്ക്കാതെ തന്റെ കർത്തവ്യത്തിൽ വളരെ ശ്രദ്ധാലുവായിരിക്കുകയും അവസാനം അതിൽ വിജയിക്കുകയും ചെയ്തു. അദ്ദേഹം നിർമ്മിച്ച ആ ടിസ്കോ സ്റ്റീൽ ഇൻഡസ്ട്രിയോട് കുറച്ച് അതിനു വേണ്ടിയിട്ട് ബ്രിട്ടീഷിലെ ബാങ്കിൽ വരെ ധനസഹായം ചെയ്യാൻ വന്നു. പിന്നെയാണ് അദ്ദേഹത്തിന്റെ മരണശേഷം JRD ടാറ്റ അത് ഏറ്റെടുത്തപ്പോൾ അവർക്ക് ബാങ്ക് ഫൈനാൻസ് കിട്ടാതെ വരികയും അദ്ദേഹം ടാറ്റ സ്റ്റീൽ എന്നുള്ള സ്വദേശ കമ്പനി ആരംഭിക്കുകയും ഇവിടുത്തെയുള്ള മൂലധനം സമാഹരിച്ച് അതിൽ വിജയം കണ്ടെത്തുകയും ചെയ്തു. അതായത് ആ പ്രവൃത്തി, സന്ദർഭം, കാലം ഈ മൂന്നും ഒത്തുവരികയാണെങ്കിൽ കാര്യങ്ങൾ അത് കൈകൂടും എന്നുള്ളതിന് ഒരു തെളിവാണ് ഈ ഒരു ചരിത്രത്തിലെ ഈ സംഭവം. ഓക്കെ, താങ്ക് യു സർ. ഓക്കെ. കുറൽ 516. ചെയ്വാനൈ നാടി വിനൈ നാടി കാലത്തോട് എയ്ത ഉണർന്നു ചെയ്യൽ. ചെയ്വോനൈ നോക്കി ആ കർമ്മവും കാലവും ഒന്നിച്ചിണക്കുവത് യുക്തം. ചെയ്യുന്നവന്റെ സാമർഥ്യം അറിയുക, ചെയ്യേണ്ട പ്രവൃത്തിയുടെ ഗൗരവം നോക്കുക, യോജിച്ച കാലം കൂടി കണക്കിലെടുക്കുക. ഈ 3 ഘടകങ്ങളും ഒന്നുപോലെ യുക്തമാണെന്ന് തോന്നുമ്പോൾ എല്ലാം കൂട്ടിയിണക്കുക. എങ്കിലേ ഒരു പ്രവൃത്തി ഭംഗിയായി നിർവഹിക്കപ്പെടുകയുള്ളൂ. ഇതിലേതെങ്കിലും ഒരെണ്ണം പിഴച്ചാൽ എല്ലാം പരാജയമാവുകയും ചെയ്യും. യഥാ രാജ തഥാ പ്രജ. രാജാവ് എങ്ങനെയാണോ അതുപോലെയായിരിക്കും ജനങ്ങളും. യുഗത്തെയോ സമയ ചൈതന്യത്തെയോ സൃഷ്ടിക്കുന്നത് വെറും കാലമല്ല, മറിച്ച് ഏതു സമയത്തും സമൂഹത്തിന്റെയും സംസ്ഥാനത്തിന്റെയും മുഴുവൻ പുരോഗതി, സന്തോഷ ക്രമീകരണ കാലാവസ്ഥയെ നിർണയിക്കുന്നത് രാജാവാണ്. സംസ്കൃത സാഹിത്യത്തിലെ ഈ വാക്കുകൾ ഏതൊരു സമൂഹത്തിലും സംസ്ഥാനങ്ങളിലും സാധാരണയായി ഭരണാധികാരികളുടെയും ഭരണവർഗത്തിന്റെയും സ്വഭാവത്തിന്റെയും കഴിവിന്റെയും നിർണായക പ്രാധാന്യം വെളിപ്പെടുത്തുന്നു. ഗ്രീസ്, റോം, മധ്യകാല ക്രിസ്ത്യൻ യൂറോപ്പ്, ഇന്നത്തെ ആധുനിക യൂറോ അമേരിക്കൻ നാഗരികത, അതുപോലെ ഇന്ത്യൻ ചൈനീസ് സംസ്കാരങ്ങൾ എന്നിങ്ങനെ ഭരണാധികാരികൾ പിന്തുടരേണ്ട മാതൃകയിൽ ഓരോ നാഗരികതയും സ്വന്തം രാഷ്ട്രങ്ങളെ വികസിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഭരണാധികാരിക്ക് ഉയർന്ന സ്വഭാവ ഗുണം ഉണ്ടായിരിക്കണം. അത്യാഗ്രഹം, പിശുക്ക്, സ്വാർത്ഥത, ഇന്ദ്രിയ സുഖങ്ങളിൽ മുഴുകൽ, സ്ത്രീകൾ, മദ്യം, നിർവൃത്തി തുടങ്ങിയവയിൽ നിന്നും വിട്ടുനിൽക്കാനുള്ള വൈദഗ്ധ്യം നേടിയിരിക്കണം. സമൂഹത്തോടും രാഷ്ട്രത്തോടും ഉയർന്ന കടമബോധം ഉണ്ടായിരിക്കണം. ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലുമുള്ള ജനങ്ങളുടെ ക്ഷേമം അദ്ദേഹത്തിന്റെ ഏക ശ്രദ്ധയായിരിക്കണം. 1880 മുതൽ 1885 വരെ തിരുവിതാംകൂറിന്റെ മഹാരാജാവായിരുന്ന ശ്രീ പത്മനാഭദാസ, ശ്രീ വിശാഖം തിരുനാൾ രാമവർമ്മ ഒരു പ്രശസ്ത സംസ്കൃത പണ്ഡിതനും മലയാള സാഹിത്യ രചയിതാവുമായിരുന്നു. ഞാൻ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ബുദ്ധിമാനായ സ്വദേശിയാണ് അദ്ദേഹം എന്ന് അക്കാലത്തെ മദ്രാസ് ഗവർണറായ സർ വില്യം ഡെനിസൺ അഭിപ്രായപ്പെടുകയുണ്ടായി. അക്കാലത്ത് ഒരു തദ്ദേശീയ ഇന്ത്യക്കാരന് നൽകാവുന്ന അപൂർവ ബഹുമതിയായ മദ്രാസ് യൂണിവേഴ്സിറ്റിയുടെ ഗവർണറായി അദ്ദേഹം നിയമിക്കപ്പെട്ടതും ഇതുകൊണ്ട് തന്നെയാണ്. സസ്യശാസ്ത്രത്തിലും കൃഷിയിലും പ്രത്യേക അഭിരുചി ഉണ്ടായിരുന്ന അദ്ദേഹം തിരുവിതാംകൂറിൽ മരച്ചീനി, റബ്ബർ കൃഷി എന്നിവ ആരംഭിക്കുന്നതിനും വഴിയൊരുക്കുകയുണ്ടായി. പണ്ഡിതനായിരുന്ന അദ്ദേഹം തന്റെ കൊട്ടാരത്തിൽ തർക്കശാസ്ത്രികൾ എന്നറിയപ്പെടുന്ന പണ്ഡിത ബ്രാഹ്മണരെ ഉപയോഗിച്ചിരുന്നതായും ചരിത്രം സാക്ഷ്യപ്പെടുത്തുന്നു. മഹാരാജാവിന് റഫർ ചെയ്യുന്ന കേസുകൾ പരിഹരിക്കുന്നതിന് അവരുടെ ഉപദേശം സ്വീകരിച്ചിരുന്നു. ഒരിക്കൽ മഹാഭാരതത്തെക്കുറിച്ച് അദ്ദേഹം ഒരു ചോദ്യം ചോദിച്ചതായും തർക്കശാസ്ത്രിമാരിൽ 2 പേർ മാത്രമേ അതിന് ഉത്തരം നൽകിയുള്ളൂവെന്നും ഒരു കഥയുണ്ട്. അതിലൊരാൾ പ്രശസ്ത ജഡ്ജിയായി മാറിയ KG ശേഷ അയ്യരുടെ പിതാവ് ശ്രീ ഗോപാല അയ്യർ ആയിരുന്നു. മറ്റൊരാൾ
ശ്രീ ഗോപാല ശാസ്ത്രിയുമായിരുന്നു. അപവാദത്തിനും ദുഷ്പ്രചരണത്തിനും എതിരായ ഏറ്റവും നല്ല ആയുധം കർത്തവ്യ നിർവഹണം തന്നെയാണ്. ധർമ്മത്തെക്കുറിച്ച് പ്രസംഗിക്കുന്നതിനേക്കാൾ നാടിനാവശ്യം കർമ്മം ചെയ്ത് കാണിക്കുന്നവനെയാണ്. തൊഴിൽ ചെയ്യുക എന്നത് സമൂഹ പുരോഗതിക്ക് അത്യാവശ്യമാണ്. വ്യക്തിയും സമൂഹവുമായുള്ള പൊരുത്തപ്പെടലിന്റെ രസതന്ത്രമാണത്. ഭരണാധികാരികളാവണം അതിന് എന്നും മാതൃക കാട്ടേണ്ടത്. കുറൾ 516 ചെയ്വാനൈ നാടി വിനൈ നാടിക്കാലത്തോട് എയ്ത ഉണർന്ന് ചെയ്യൽ. ചെയ്വോനെ നോക്കി ആ കർമ്മവും കാലവും ഒന്നിച്ചിണക്കുവത് യുക്തം. താങ്ക് യു. Thank you. Kural verse 516. The learning style of the doer and nature of work get duty done on apt time. Tirukural 516 says, look at the person who will do the work. Look at the work itself and then understand the right time to do it and then act. This means before giving any job, a wise leader must consider 3 things. Who is doing the job? What are their skills? Are they good at this kind of work? What is the job itself? Second one, what is the job itself? Is it big or small? Easy or hard? Third one, when is the right time to do it? Is it urgent or can it wait? A good way to understand this is with the proverb, strike while the iron is hot. Strike while the iron is hot. This means you should do things at the best possible moment. If you try to hammer cold iron, it won't bend. But if you hit it when it is hot, it will take the shape you want. So, if you want a job to be done well and on time, you must pick the right person, understand the job clearly, and choose the perfect moment to start. If you do these 3 things, the work will surely be finished successfully. Thank you. 517 ഇതും വളരെ ലഘുവായിട്ടുള്ളതും വളരെ പ്രശസ്തമായ ഒരു റോളാണ്. എപ്പോഴും എല്ലാ പ്രാസംഗികരും ഉപയോഗിക്കുന്ന ഒന്നാണ്. ഇതിനാൽ ഇവൻ മുടിക്കും. വളരെ മനസ്സിലാക്കാൻ എളുപ്പമാണ്. இதனால் இவன் முடிக்கும் என்று ஆய்ந்து அதனை அவன் கண் விடல். இந்த தொழிலை இக்கருவியால் இன்னவன் முடிப்பான் என்று ஆராய்ந்த பிறகு அத்தொழிலை அவனிடம் ஒப்படைக்க வேண்டும். ഈ പ്രവൃത്തിയെ இதனால் ഇന്ന ഉപായങ്ങളെ കൊണ്ട് ഇവൻ മുടിക്കും, ഇവൻ ഭംഗിയായി ചെയ്ത് അവസാനിപ്പിക്കും ആയ്ந்து എന്ന കാര്യം ആരാഞ്ഞറിഞ്ഞ് ഈ 3 ഗുണങ്ങളും അവനിൽ ഉള്ള പക്ഷം അതിനെ ആ പ്രവൃത്തിയെ അവന്റെ പക്കൽ തന്നെ വിടൽ ചെയ്തു തീർക്കാനായി വിടുന്നത് യുക്തമായിരിക്കും എന്ന് കവി വളരെ അസിക്തമായിട്ട് പറഞ്ഞു നടത്തുന്നു. ഓവർ. താങ്ക് യു സർ. ഓക്കെ. തിരുക്കുറൾ ഭാഗം 2 അധികാരം 52 തെരുന്തു വിനയാടൽ കർത്തവ്യ ബോധം സെൻസ് ഓഫ് ഡ്യൂട്ടി. കുറൾ 517 இதனால் இவன் முடிக்கும் எண்டாய்ந்த தன்னை அவன் கண்விடல். இதனால் இவன் முடிக்கும் எண்டாய்ந்ததனை അവൻ കൺവിടൽ. ഈ കർമ്മം എவ்விதം ഇവൻ തീർക്കുമെന്ന് കണ്ട് ആ കർമ്മം അവന് താൻ നൽകൽ. ഇക്കർമ്മം എவ்விதം ഇവൻ തീർക്കുമെന്ന് കണ്ട് ആ കർമ്മം അവന് താൻ നൽകൽ. ഏതെങ്കിലും ഒരു പ്രവൃത്തി ആവശ്യമായ ഉപായങ്ങളിലൂടെ ഇന്നയാൾ ഭംഗിയായി ചെയ്തു തീർക്കുമെന്ന് കണ്ടറിഞ്ഞാൽ ആ ജോലി
പൂർണ്ണ വിശ്വാസത്തോടെ അയാളെ തന്നെ അല്ലെങ്കിൽ ഒന്നിലധികം വിദഗ്ധരുണ്ടെങ്കിൽ അവരെ തന്നെ ഏൽപ്പിക്കുക വഴി ആ കാര്യം ശുഭകരമായി പര്യവസാനിക്കും. ഉദാഹരണമായി, ഗംഗയുടെ പോഷക നദിയായ യമുനയുടെ തീരത്ത് കാലത്തെ അതിജീവിച്ചു നിൽക്കുന്ന അനശ്വര പ്രേമത്തിന്റെ സ്മാരകം താജ്മഹൽ 1631 മുതൽ 1653 വരെ പണിത ഭാരതത്തിന്റെ അഭിമാനം. 20,000 തൊഴിലാളികൾ 22 വർഷം കൊണ്ട് പൂർത്തീകരിച്ച ഒരു ശില്പം. സാരസൻ, യൂറോപ്യൻ, രജപുത്ര ശൈലികളുടെ സമഞ്ജസമായ താജ് പണികഴിപ്പിക്കുവാൻ ഏറ്റവും സമർത്ഥരായ ശില്പികളെ ഏൽപ്പിക്കുക വഴി ഒരു ലോക മഹാത്ഭുതം ഭാരതത്തിന് കൈവന്നു. ലോക ഭൂപടത്തിൽ ഭാരതത്തിന് ഒരു സ്ഥാനം ലഭിച്ചു. ഏതൊക്കെ ശില്പികളാണ് ആ പ്രവൃത്തി ഭംഗിയായി പൂർത്തിയാക്കുവാൻ കഴിയുന്നവർ എന്ന് കണ്ടറിഞ്ഞ്, കേട്ടറിഞ്ഞ്, വിശ്വസിച്ച് മഹാനായ ഷാജഹാൻ ചക്രവർത്തി അവരെ ആ പണി ഏൽപ്പിക്കുകയായിരുന്നു. ആരൊക്കെയായിരുന്നു അവരെന്ന് നമുക്കൊന്ന് നോക്കാം. രാജിന്റെ പ്രധാന ഗോപുര രൂപകൽപ്പന ചെയ്തത് ഓട്ടോമാൻ വംശജനായ വാസ്തു ശില്പ വിദഗ്ധൻ ഇസ്മയിൽ അഫാൻ ആയിരുന്നു. ഇദ്ദേഹത്തെ തന്നെയാണ് പ്രധാന ശില്പിയായി കണക്കാക്കുന്നതും. ഇറാൻകാരനായ ഉസ്താദ് ഈസ മുഹമ്മദ് എഫ്ലാങ്കി, പേർഷ്യയിൽ നിന്ന് വന്ന ഗുരു ബനാറസ് എന്നിവരും ഈ രൂപകൽപ്പനയെ സഹായിച്ചിട്ടുണ്ട്. സ്വർണ്ണ മേഖലകൾ കൈകാര്യം ചെയ്തത് ലാഹോറിൽ നിന്ന് ആഗ്രയിലെത്തിയ ഹാസിം ഖാൻ ആയിരുന്നു. മാർബിൾ മിനുസപ്പെടുത്തിയതോ ചിരഞ്ജിലാൽ. അറബിയും അതുപോലെ മറ്റെഴുത്തുകളും ചുവരുകളിൽ കാണുന്ന മറ്റു ചിത്രങ്ങളുമൊക്കെ അമാനത്തു ഖാൻ, ഷിരാസ് എന്നിവരും. ആചാര്യമാരുടെ പണി കൂടുതൽ താജിൽ കാണാൻ കഴിയുന്നുണ്ട്. അതിന്റെ ശില്പിയാണ് മുഹമ്മദ് ഖനീഫ. കൂടാതെ ജഹാംഗീറിന്റെ കൊട്ടാരത്തിൽ ഉണ്ടായിരുന്ന മിർ അബ്ദുൽ കരീം, ഇറാനിൽ നിന്ന് വന്ന മുക്രിമത്തു ഖാൻ, തുർക്കി ശില്പി ഉസ്താദ് അഹമ്മദ് ലഹോറി മിർ അബ്ദുൽ കരീം തുടങ്ങിയവരും. പെട്ര ഡ്യൂറ ഇറ്റാലിയൻ ശൈലിയിലെ വർക്ക് ചെയ്തത് ജെറോണിമോ വറോണിയോ ആണെന്നും ചരിത്രങ്ങളിലും അതുമായി ബന്ധപ്പെട്ട വിദഗ്ധരുടെ ലിസ്റ്റുകളിൽ നമുക്ക് കാണാൻ കഴിയും. അങ്ങനെ അതിവിദഗ്ധരായ ശില്പികളെ താജിന്റെ പണി ഏൽപ്പിക്കുക വഴി കിടയറ്റ ഒരു നിർമ്മിതി ലോകത്തിന് സമ്മാനിക്കാൻ ഷാജഹാന് കഴിഞ്ഞു. അതുപോലെ തന്നെയാണ് ഒട്ടനവധി നിർമ്മിതികളും. അതുപോലെ തന്നെ നിർമ്മിതികളിൽ മാത്രമല്ല, ശാസ്ത്ര സാങ്കേതിക ആരോഗ്യ മേഖലകളിലെല്ലാം തന്നെ ഇത്തരം വിദഗ്ധരെ നമുക്ക് ചരിത്രത്തിൽ ധാരാളം കാണാൻ കഴിയും. മറ്റൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഒഡീഷയിലെ കൊണാർക്ക് ക്ഷേത്രം. ആ ക്ഷേത്രത്തിന്റെ മുകളിൽ 52 ടണ്ണോളം ഭാരമുള്ള ഒരു കാന്തിക ശക്തിയുള്ള ഒരു കല്ലുണ്ടായിരുന്നു. ഈ കല്ലിന്റെ കാന്തിക ശക്തി നിമിത്തം അതിന്റെ ഫലമായിട്ട് സൂര്യ ഭഗവാന്റെ വിഗ്രഹം ഗർഭഗൃഹത്തിൽ, അതായത് ഇതിരിക്കുന്ന സ്ഥലത്ത് മറ്റ് ആധാരങ്ങളൊന്നും ഇല്ലാതെ അന്തരീക്ഷത്തിൽ നിൽക്കുകയായിരുന്നു. എന്നാൽ പോർച്ചുഗീസുകാരുടെ ആഗമനത്തോടു കൂടി അവർ ഈ ക്ഷേത്രത്തിന് സമീപത്തു കൂടി പോകുമ്പോൾ അവരുടെ മാഗ്നറ്റിക് കോമ്പസുകൾ ദിശ മാറി കാണിക്കുന്നത് മനസ്സിലാക്കി അത് ഈ ഭാരമുള്ള 52 ടണ്ണോളം ഭാരമുള്ള കാന്തിക ശക്തിയുള്ള കല്ലിനെ അവർ മാറ്റുകയും അതുമൂലം സൂര്യക്ഷേത്രത്തിന് ധാരാളം ബലക്ഷയം സംഭവിക്കാൻ കാരണമാവുകയും ചെയ്തു. നോക്കൂ, എത്ര വലിയ ഒരു വൈദഗ്ധ്യമാണ് നമുക്ക് അവിടെ കാണാൻ കഴിയുന്നത്. എന്നാൽ ഇന്ന് ആധുനിക പാലങ്ങൾ കൺസ്ട്രക്ഷൻ കോസ്റ്റ് കണ്ടെത്താനായി നൂറ്റാണ്ടുകളോളം ടോൾ പിരിവുകൾ നടത്തുമ്പോഴും തകർന്നു വീഴുന്ന ആധുനിക പാലങ്ങൾ, ഫ്ലൈ ഓവറുകൾ, കെട്ടിടങ്ങൾ, വികലമാകുന്ന പ്രോഗ്രാമുകൾ എല്ലാത്തിലും അതാത് മേഖലയിലെ വൈദഗ്ധ്യമുള്ളവരെ കണ്ടെത്താതിരിക്കലുകളും, എന്നാൽ വിദഗ്ധരുടെ നിർമ്മിതികൾ നമുക്കിന്ന് ചുറ്റും അനുഭവ യോഗ്യങ്ങളായി തുടരുകയും ചെയ്യുന്നു.
ശൂന്യാകാശത്ത് പോയ സറീന വില്യംസും കൂട്ടാളിയും സുരക്ഷിതരായി 9 മാസത്തിന് ശേഷം മടങ്ങിയെത്തിയതും ബഹിരാകാശ വൈദഗ്ധ്യമുള്ളവരെ തിരഞ്ഞെടുത്തതിൽ ഒരു ഉദാഹരണം മാത്രം. വീണ്ടും വീണ്ടും തിരുവള്ളുവരെ സ്മരിച്ചുകൊണ്ട് നമിച്ചുകൊണ്ട് കുറൾ 517 ഇതനൈ ഇതനാൽ ഇവൻ മുടിക്കും എന്തായ്തു അതനൈ അവൻ കൺവിടൽ. താങ്ക് യു സർ. ഓവർ. മോഹൻദാസ് സർ മ്യൂട്ടാണോ? സർ മ്യൂട്ടാണോ? ഇംഗ്ലീഷ് പറഞ്ഞില്ലല്ലോ. ഇംഗ്ലീഷ് അല്ലേ? 517 ആരാ നോക്കി സാറേ? അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട് വായിച്ചോളൂ. വായിച്ചിട്ട് സാരമില്ല സാറേ, അടുത്തതിലേക്ക് പോകാം. നേരെ ഒരുപാടായിട്ടുണ്ട്. ഓക്കെ, ആയിട്ടുണ്ട്. അപ്പം 518 வினை குறுமை நாடிய பின்றை அவனை அதற்குரியனாக செயல். ஒருவன் ஒரு தொழிலை செய்வதற்கு உரியவனாக இருப்பதை ஆராய்ந்த பிறகு அதனை அத்தொழிலுக்கு உரியவனாகும்படி உயர்த்த வேண்டும். வினை குறுமை நாடிய பின்றை അവനെ அதற்கு ഉரியവനാക ചെയ്യാൽ. ആദ്യത്തെ വരിയിലെ രണ്ടാമത്തത് ഉരുമൈ, താൻ ചെയ്യുന്നതായ പ്രവൃത്തിയിൽ അംഗീകാര്യമായ യോഗ്യത. അടുത്തത് നാടിയ പിൻറെ, നേടിക്കഴിഞ്ഞതിന് ശേഷം മാത്രമേ അവനൈ, ആദ്യത്തെ വരില്ല അവനൈ അതർക്ക്, ആ പ്രവൃത്തി ഏൽപ്പിക്കുന്നതിന് ഉரியനാക, ഉയർത്തപ്പെടുന്നതിന് അർഹനായി ചെയ്യൽ നിയോഗിക്കേണ്ടതുണ്ട്. അല്ലാതെ അവന്റെ പ്രാപ്തിക്ക് വരുമ്പോൾ മാത്രമേ ഒരാളെ ആ പ്രൊമോഷൻ കൊടുത്ത് ആ തസ്തികയിലേക്ക് അമർത്താൻ പാടുള്ളൂ എന്ന് കവി വളരെ ലഘുവായിട്ട് പറയുന്നു. ഓക്കെ, താങ്ക് യു സർ. കുറൾ 518 വിനൈ കുരിമൈ നാടിയ പിൻറൈ അവനൈ അതർക്കു ഉരിയനാക ചെയ്യൽ അർഹനായി കാണുകിൽ മാത്രമേ ഒരുവനെ അക്കർമ്മം ഏൽപ്പിച്ചിടാവൂ. കുറൾ പറയുന്നു, പരിപൂർണമായും അർഹതയുടെയും യോഗ്യതയുടെയും പേരിലാവണം ഒരുവന് സ്ഥാനം നൽകേണ്ടത്. ബാഹ്യമായ ഘടകങ്ങളും വിട്ടുവീഴ്ചയും കർമ്മഭ്രംശം വരുത്തും. നാട് അധപ്പതിക്കും. അനർഹരുടെ സാമ്രാജ്യം അധികം നാൾ നിലനിൽക്കില്ല. അത്തരക്കാർ ഇരിക്കുന്ന സ്ഥാനം ദുഷിക്കും. ചെയ്യുന്ന പ്രവർത്തികൾ ദുഷിക്കും. അനുഭവിക്കുന്ന ജനം ദുഷിക്കും. മൊത്തത്തിൽ നാട് ദുഷിക്കും. പ്രലോഭനങ്ങൾക്ക് അതീതമായ ഒരു ഭരണത്തിൻ കീഴിൽ മാത്രമേ നാടിന് സ്വർഗത്തെക്കുറിച്ച് സ്വപ്നം കാണാൻ അർഹതയുണ്ടാവൂ. അല്ലാതെയുള്ള സ്വപ്നം വെറും മൂഢസ്വർഗത്തെക്കുറിച്ചാകും. കുറൾ 518 വിനൈ കുരിമൈ നാടിയ പിൻറൈ അവനൈ അതർക്ക് ഉരിയനാക ചെയ്യൽ അർഹനായി കാണുകിൽ മാത്രമേ ഒരുവനെ അക്കർമ്മം ഏൽപ്പിച്ചിടാവൂ. വൺസ് നോവിംഗ് ദ കാലിബർ ഇൻ വൺ ടു ഡു വർക്ക്, he should be allowed to do it. Thank you, sir. Thank you. Tirukural 518 teaches us a very important lesson. Once knowing the caliber in one to do work, he should be allowed to do it. This means after you have carefully checked and found someone truly capable and fit for a particular job, you should then trust them completely and allow them to carry it out without constant interference. The proverb that fits this perfectly is, give a dog a bone and let it gnaw it. Give a dog a bone and let him gnaw it. This simply means that once you have given someone a task, allow them the freedom and space to do it in their own way, without constantly micromanaging or doubting them. If you keep interfering, it shows you don't trust their ability, and they won't be able to do their best work. When a leader identifies the right person, they must then empower them to succeed. Thank you.
519 வினைக்கண் வினையுடையான் கேண்மை വേറാക നിനപ്പുവാനെ നീങ്കും തിര്. ഇവിടെ കവി പറയുന്നുണ്ട്, ഒന്ന് അതിസമർത്ഥമായിട്ട് ഒരു പ്രവൃത്തി ചെയ്യുന്നതിനെ അഭിശംസിക്കുകയും അവന്റെ ആത്മാർത്ഥത ചോദ്യം ചെയ്യുകയാണെങ്കിൽ അങ്ങനെ വിചാരിക്കുന്നവന്റെ ധനം സമ്പത്തായിരിക്കും അവനെ വിട്ട് മാറിപ്പോവുക എന്ന് പറയുന്നുണ്ട്. വിനയക്കൺ ഏറ്റെടുത്തിരിക്കുന്ന കൃത്യത്തിൽ വിനയുടയാൻ എപ്പോഴും ശ്രദ്ധയും ഉത്സാഹവും ഉള്ളവനെ കേന്മൈ തനിക്ക് ബന്ധുവായി നടക്കുന്ന അവന്റെ നന്മയെ അതുകൊണ്ട് അസൂയത ഉളവാക്കുന്ന ശത്രുക്കളുടെ ദുരിതോപദേശങ്ങളും ഏഷണികളും കേട്ടിട്ടോ മറ്റോ വേറാകാം മറ്റൊരു വിധത്തിൽ നിனைப்பாനെ ശങ്കിക്കുന്നവനെ അങ്ങനെയുള്ള രാജാവിന് തിരു തന്റെ രാജ്യത്തെ ഐശ്വര്യലക്ഷ്മി നീങ്ങും കൈവിട്ട് ഒഴിഞ്ഞു പോകുന്നു. ഓവർ. താങ്ക് യു സർ. കുറൽ 519 വിനയ്ക്കൺ വിനയുടയാൻ കേൺമൈ വേറാക നിനയിപ്പാനൈ നീങ്കും തിരു. കൃത്യത്തിൽ അർപ്പണമുള്ളവനെ ശങ്കിക്കിൽ വിട്ടുപോം ശ്രീത്വം അവനെ. ചോറ് വെന്തോ എന്നറിയുവാൻ കലത്തിൽ നിന്ന് ഒരു വറ്റു മാത്രം എടുത്തു നോക്കിയാൽ മതി. നാട് നന്നാവുന്നുണ്ടോ എന്നറിയാൻ ഭരണാധികാരികളിൽ നിന്ന് ഒരു ഉദ്യോഗസ്ഥനെ മാത്രം എടുത്തു നിരീക്ഷിച്ചാൽ മതി. അധികാര ശ്രേണിയിലെ ഒരൊറ്റ കണ്ണി മാത്രം ദ്രവിച്ചാൽ മതി, അധികാരം മുഴുവൻ ദ്രവിച്ചു, നാട് മുഴുവൻ ദുഷിച്ചു. ഇതാണ് കുറളിന്റെ സമീപനം. ജനതയുടെ മൊത്തത്തിലുള്ള ശുദ്ധീകരണമാണ് കുറൾ ലക്ഷ്യമാക്കുന്നത്. അതിന് ഭരണരംഗം ശുദ്ധമാവണം. ഭരണാധികാരികൾ ചെയ്യുന്ന വലുതും ചെറുതുമായ ഓരോ കർമ്മവും ശുദ്ധമാവണം. അനർഹനായ ഒരു ഭരണാധികാരിയുടെ സ്ഥാനാരോഹണം ഒരു നാടിന്റെ തന്നെ അന്ത്യം കുറിക്കുന്നു. ചെയ്യാനാവാത്ത കർമ്മം ഏറ്റെടുക്കരുത്. ഏറ്റെടുത്ത കർമ്മം പ്രാണൻ കളഞ്ഞും ഭംഗിയായി നിർവഹിച്ച് പൂർത്തിയാക്കണം. വീൺവാക്കു പറയരുത്. പറയുന്ന വാക്ക് കൃത്യമായും പാലിക്കണം. ജനങ്ങൾക്കിടയിലുള്ള ആദരവും വിശ്വാസ്യതയും നിലനിർത്തുക. അതിന് ഉപോത്ബലകമായ കർത്തവ്യങ്ങൾ ചെയ്യുക. സത്യസന്ധനായിരിക്കുക. ഇതൊക്കെയാണ് ഒരു ഭരണാധികാരിക്ക് ഉണ്ടാകേണ്ട പ്രാഥമികമായ യോഗ്യതകൾ. ഭരണാധികാരിയാണെന്ന് വെച്ച ഒരുവൻ ചെയ്യുന്ന കർമ്മങ്ങൾ അധികാരിയെ പോലെ ആവരുത്. അടിമയെ പോലെ വേണം കർമ്മങ്ങൾ ചെയ്യേണ്ടതെന്നും കുറൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. അങ്ങനെ അയാൾ ജനത്തിന്റെ വിശ്വാസം ആർജിക്കണം. ജനതയുടെ പിൻബലവും സഹകരണവും യഥേഷ്ടം ലഭിക്കുന്ന ഒരു സാഹചര്യം സൃഷ്ടിക്കുക എന്നതായിരിക്കണം ഒരു ഭരണാധികാരിയുടെ ലക്ഷ്യം. കർമ്മം ചെയ്യുക, ദുഃഖവും നിരാശയും ഒഴിവാക്കാനുള്ള ഏക മാർഗവും അതുതന്നെയാണ്. അക്കഥയെ മാത്രം അംഗീകരിക്കുക നാടിന്റെ ഉയർച്ചയ്ക്കുള്ള ഏക മാർഗം അതാണ്. നാട് ജനതയ്ക്ക് വേണ്ടിയാണ്. ആ നാട് എക്കാലവും തങ്ങളുടേതായിരിക്കണം എന്ന ബോധത്തിൽ തത്വശാസ്ത്രങ്ങൾ സ്വരൂപിക്കുകയും നടപ്പിലാക്കുകയും ചെയ്യുന്ന ഒരു ജനത ഉണ്ടാവുക നാട് സ്വർഗമാവാനുള്ള ഏക മാർഗവും അത് തന്നെയാണ്. താങ്ക് യു. കുറൾ 519 വിനയ്ക്കൺ വിനയുടയാൻ കേൺമൈ വേറാക നിനയിപ്പാനൈ നീങ്കും തിരു. കൃത്യത്തിൽ അർപ്പണമുള്ളവനെ ശങ്കിക്കിൽ വിട്ടുപോം ശ്രീത്വം അവനെ. If the sincerity of a person doing his duty sincerely is doubted, prosperity of one who suspects will be lost. Thank you. 520 நாடோறும் நாடுக மன்னன் வினை செய்வான் கோடாமை கோடை കോടാത് ഉലക്. ആദ്യത്തെ വരിയിലെ അവസാനത്തെ വാക്ക് വിനയ് ചെയ്യുവാൻ, കർത്തവ്യങ്ങൾ ചെയ്യുന്നവർ, കാര്യസ്ഥന്മാർ അഥവാ ഉദ്യോഗസ്ഥന്മാർ. രണ്ടാമത്തെ വരിയിലെ ആദ്യത്തെ വാക്ക് കോടാമൈ, നേർമ വെടിയാതിരിക്കുന്നത്. അതായത് അധർമ്മവും അഴിമതിയും പക്ഷപാതവും സ്വാർത്ഥവും വഞ്ചനയും ഒന്നും ഇല്ലാത്തവരായിരിക്കുന്നത്. രണ്ടാമത്തെ വരിയിലെ അവസാനത്തെ വാക്ക് ഉലക്, ലോകത്തിനും. കോടാത്, നേർമയുണ്ടാക്കും. അങ്ങനത്തുള്ള ഭരണാധികൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നാടിനും നേർമയുണ്ടാകും. അതിനാൽ അതുകൊണ്ട് ആദ്യത്തെ വരിയിലെ ആദ്യത്തെ വാക്ക് നാടോറും, നാൾതോറും, ദിവസേന മന്നൻ എന്ത് ചെയ്യണം? സമുന്നത ഭരണാധികാരിമാർ ആ ഉദ്യോഗസ്ഥന്മാരുടെ ശരിയായ നീക്കം അന്വേഷിച്ച് അറിഞ്ഞുകൊണ്ടേയിരിക്കണം എന്ന് തിരുവള്ളുവർ ഇവിടെ സമാപനം പറയുന്നുണ്ട്. എല്ലാ കാര്യങ്ങളും ആരാഞ്ഞ് അത് ആളിനെ കണ്ടെത്തണം, ആ ഒരു കർത്തവ്യങ്ങളെ ഏൽപ്പിക്കണം. എന്നിട്ട് അത് ദിവസവും അതിനെ ഫോളോ അപ്പ് ചെയ്യണം. അല്ലെങ്കിൽ അവരെങ്ങനെ നീങ്ങുന്നു എന്നുള്ളത് കൂടി സൂക്ഷിച്ച് നിരീക്ഷിക്കണം എന്നും കൂടി കവി പറഞ്ഞു നിർത്തുന്നു. ഓക്കെ.
ജോഷി സർ. ജോഷി സാർ ഉണ്ടോ? ഉണ്ട് വരുന്നു. ഓക്കെ സർ, താങ്ക് യു. ഇടയ്ക്കൂടെ നെറ്റൊന്നും പോയി. ഓക്കെ, സോറി സർ, ലോങ് ആയി പോയി. സാറിന് കുഴപ്പമില്ല. അറിയാം, സോറി. 520 നാടോറും നാടുക മന്നൻ വിനയ് ചെയ്യുവാൻ കോടാമൈ കോടാ തുലകു. നാൾതോറും തേറുക മന്നൻ തൻ കാര്യസ്ഥ കേടായിൽ കോടുകിൽ ഉലകം. അക്ഷീണം പ്രവർത്തിക്കുന്ന തൊഴിലാളികൾ ഉണ്ടെങ്കിൽ ഭൂമി നശിക്കില്ല. അതിനാൽ രാജാവ് ദിവസവും തൊഴിലാളികളുടെ ക്ഷേമം അന്വേഷിക്കണം. രാജഭൃത്യർ കെടാതങ്ങു വാഴുകിൽ രാജ്യവും കെടാ. ആകയാൽ അവർ നീക്കങ്ങൾ മന്നവൻ ശ്രദ്ധ വയ്ക്കണം. വളരെ പ്രസക്തമായ ഈ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നു. അതുകൊണ്ട് ഒരു ചെറിയ ഉപസംഹാരം കൂടി നടത്തി ഞാൻ അവസാനിപ്പിക്കട്ടെ. വ്യക്തിയെ വിലയിരുത്തിയ ശേഷം ഒരു ജോലി നിയോഗിക്കുക. ചുമതലയും ഏറ്റവും അനുയോജ്യമായ സമയവും ഈ ജോലി ഈ വിഭവങ്ങൾ ഉപയോഗിച്ച് അയാൾക്ക് ചെയ്യുവാൻ കഴിയും എന്ന് ഉറപ്പാക്കുക. നിങ്ങൾ അതിങ്ങനെ ന്യായീകരിച്ചു കഴിഞ്ഞാൽ ചുമതല അദ്ദേഹത്തിന് വിട്ടുകൊടുക്കുക. ഒരു ജോലി ആരുടേതായിരിക്കണം? കണ്ടെത്തിയ ശേഷം ഒരു സെക്കൻഡ്. നിങ്ങൾക്ക് അത് ഇങ്ങനെ ന്യായീകരിച്ചു കഴിഞ്ഞാൽ ചുമതല അദ്ദേഹത്തിന് വിട്ടുകൊടുക്കുക. ഒരു ജോലി ആരുടേതായിരിക്കണമെന്ന് കണ്ടെത്തിയ ശേഷം ചുമതല പൂർത്തിയാക്കാൻ ശക്തീകരിക്കുകയും ചെയ്യുക. ഒരു ജോലിയുടെ പേരിൽ ഒരു വിദഗ്ധന്റെ അടുപ്പത്തെ സംശയിക്കുന്ന നേതാവിനെ അവന്റെ യശസ്സും സമ്പത്തും ഉപേക്ഷിക്കുക തന്നെ ചെയ്യും. ഭരണാധികാരി പതിവായി പുരോഗതി അവലോകനം ചെയ്യണം. അദ്ദേഹത്തിന്റെ ഉദ്യോഗസ്ഥർ ഇടറുന്നില്ലെങ്കിൽ അദ്ദേഹത്തിന്റെ സ്ഥാനം ഇടറുകയില്ല. അതുകൊണ്ട് വളരെ ന്യായമായി നമ്മൾ പറയാറുണ്ട്, തൊഴിലാളിക്ക് കൂലി കൊടുക്കണം. ജോലി ചെയ്യുന്നവനോട് കടം പറയേണ്ടതില്ല. അതുകൊണ്ട് അവന്റെ ക്ഷേമം വളരെ പ്രധാനപ്പെട്ടതാണ്. പ്രത്യേകം ഓർക്കുക, ലാഭമല്ല, തൊഴിലാളി ക്ഷേമം വളരെ പ്രധാനപ്പെട്ടതാണ്. ഏറ്റവും നല്ല ഒരു ഖുർആനായിട്ട് നമുക്കിതിനെ കാണാം. പ്രായോഗിക ജീവിതത്തിൽ എല്ലാവർക്കും വലിയ ഉത്തേജനം നൽകുന്ന ഒന്നാണ്. ഏവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഇന്ന് പങ്കെടുക്കാൻ സാധിച്ചതിൽ എനിക്കുള്ള നന്ദി അറിയിക്കുന്നു. ഇതില് പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന സകലരെയും അങ്ങേയറ്റം നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. നന്ദി. താങ്ക് യു. താങ്ക് യു സർ.
Thank you, sir. Tirukural 5:20. The earth won't perish if there are tireless workers. So king must enquire welfare of laborer daily. Tirukural 5:20 states, the world will not go crooked as long as the worker remains uncorrupted. Therefore, the king should daily examine the workers. Kural emphasizes a profound truth. The well-being and stability of a society are directly linked to the integrity and motivation of its workforce, from the highest officials to the everyday laborers. Tiruvalluvar highlights that a king or leader must not only ensure fair treatment but also actively monitor the ethical conduct of those entrusted with duties. If workers perform their tasks diligently and honestly, without corruption or shirking responsibility, the entire system functions smoothly and the nation prospers. Conversely, if those in charge of execution become crooked or neglectful, it inevitably leads to the decline and suffering of the populace. Therefore, daily inquiry into the welfare and uprightness of laborers is not merely a benevolent act, but a crucial act of governance. This ensures that the foundation of the state, which rests upon the collective efforts of its people, remains strong and unwavering. In conclusion, Tiruvalluvar's sense of duty, chapter 52, profoundly underscores that a flourishing society is built upon the dedicated and ethical actions of its individuals, especially those in leadership. The chapter emphasizes discernment in choosing trustworthy people, highlighting virtues like love, knowledge, consistency, and a lack of self-serving desire as essential qualities for effective governance and responsible citizens. It is a timeless call for proactive oversight and a commitment to moral integrity in every sphere of life. Just as a responsible gardener tends to each plant to ensure the healthy growth of the entire garden, so too must leaders diligently attend to the well-being and conduct of every member of their community. A small poem. A sense of duty, a guiding light, to serve the world with all our might. No selfish gain, no turning away, but living justly every single day. Conveying my gratitude to Sabu sir, Nayanar sir, and Joshi sir. It is an honor to me to be with all of you in this platform. Thank you, Usha ma'am, Sheila ma'am, and George sir, Adi Bhagavan sir, and Ramavati ma'am. Thank you, everybody. പറഞ്ഞോളൂ മാഡം. പക്ഷേ മാഡം കൺക്ലൂഷൻ. അടുത്ത ചാപ്റ്റർ 53 ബന്ധു സമ്പർക്കമാണ്. ബന്ധുജന പ്രീണനം. അത് രാജാവ് തന്നോടൊപ്പമുള്ള ബന്ധുക്കളിലും നല്ല സാമർഥ്യമുള്ളവരുണ്ടാവും, അവരെയും കൂടി ചേർത്ത് പിടിച്ചുകൊണ്ട് വേണം ഭരണം നിർവഹിക്കാൻ. അവരെ തഴയാൻ പാടില്ല എന്നും പറയുന്നുണ്ട്. ഇംഗ്ലീഷിൽ റിലേഷൻസ് എന്നുള്ള ചാപ്റ്ററാണ് അടുത്ത ആഴ്ചയിൽ. ഓക്കെ, കൺക്ലൂഷൻ. ഇന്ന് പങ്കെടുത്ത എല്ലാവർക്കും, അത് മാത്രമല്ല ഒരു വർഷം നമുക്ക് പൂർത്തിയാക്കാൻ നിങ്ങളുടെയൊക്കെ സഹായം ഉള്ളതുകൊണ്ട് മാത്രമാണ് നടന്നത്. വളരെ കൃത്യമായിട്ട് എല്ലാവരും അവരുടെ സേവനം ചെയ്യുന്നുണ്ട്. ഇത് തുടർന്നും എനിക്കൊന്ന് 133 ഉള്ളത്, നമുക്ക് 52 ഇനി കുറച്ച് ദിവസം കൂടി കണ്ടിന്യൂ ചെയ്ത് കൊണ്ടുപോകാനുള്ള ഇത് ഉണ്ടാവണം എന്നുള്ള ഒരു പ്രാർത്ഥന കൂടി നടത്തുന്നു.
താങ്ക് യു സർ, താങ്ക് യു സോ മച്ച്. Thank you, sir. അപ്പം എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. നമുക്ക് ഇത് കംപ്ലീറ്റ് ചെയ്യണമെന്നാണ് ആഗ്രഹം. ഒരു തടസ്സവും കൂടാതെ ഈ ഒരു ഗ്രന്ഥം നമുക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കട്ടെ. എല്ലാവരുടെയും അകമഴിഞ്ഞ പ്രോത്സാഹനം, പാർട്ടിസിപ്പേഷൻ എല്ലാത്തിനും ഹൃദയപൂർവ്വം നന്ദി പറയുന്നു. താങ്ക് യു സോ മച്ച്. എന്താണ് അങ്ങനെ ആഗ്രഹം എന്ന് പറഞ്ഞ എന്താ സാധ്യമല്ലാതെ? തീർച്ചയായിട്ടും സാധിക്കും, ജോർജ് സാറല്ലേ ഉള്ളേ. ആ ഈ പ്രകൃതി മുഴുവൻ നമ്മുടെ കൂടെ ഉണ്ടെന്ന് പറയും. ഇത്രയും നാള് പറഞ്ഞു വെച്ചിരുന്നിട്ട് ഇപ്പൊ നമ്മൾ മാത്രം മാറണമെങ്കിലാ. പിന്നെ ജോഷി സാറ് ഇതിൽ പങ്കെടുക്കാൻ എത്തിയതിൽ ഭയങ്കര സന്തോഷം. ആദിഭഗവൻ സാറിനെ നമ്മൾ കാണുന്നില്ല, പക്ഷെ സാറ് ഉണ്ട് എന്നുള്ളതാണ് അതിനേക്കാളേറെ വാർഷികാഘോഷം ഗംഭീരമാക്കാൻ പോകുന്നതാ. ആദിഭഗവൻ സാറുണ്ട്, സാറുണ്ട്, രമാവതി മാം ഉണ്ട്, ആദിഭഗവൻ സാറ്. നമസ്കാരം. സാറിനെ കാണാൻ പറ്റി. സാർ ഇടയ്ക്ക് യാത്രയിലായിരുന്നു, അതുകൊണ്ടാ പിന്നെ പുറത്താണെന്ന് പറഞ്ഞു. താങ്ക് യു സർ, താങ്ക് യു സർ. അതിബു സാർ ഒരു വാക്ക്. രമാവതി മാമിന് എന്തെങ്കിലും പറയാനുണ്ടോ? അതിബു സാർ. സാറ് എനിക്ക് പറയാനൊന്നും കാര്യമായിട്ടൊന്നുമില്ല, എങ്കിലും നമ്മുടെ വെൽക്കം അഡ്രസ്സിലെ ഉഷ മാഡം പറഞ്ഞ ഒരു കാര്യം, തമിഴ്നാട് ഗവൺമെൻറ് ഒരുപാട് തിരുക്കുറൾ സ്പ്രെഡ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം പറഞ്ഞിരുന്നു. അപ്പം അതിനെക്കുറിച്ച് ഒരു ചെറിയ ഒരു എക്സാമ്പിൾ പറയാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇപ്പം ഈയിടയ്ക്ക് നാട്ടിലേക്ക് പോയപ്പോൾ ബസ്സിൻ്റെ ഡ്രൈവറുടെ പുറവശത്ത് ബാക്ക് സൈഡിൽ ഒരു ബോർഡ് കാണും. അതിൽ തിരുവള്ളുവരുടെ പടമും ഒരു തിരുക്കുറളും ഉണ്ടായിരിക്കും. സാധാരണ അത് പണ്ട് പെയിൻറ് ചെയ്തത്, ഇപ്പം അവർ പെർമനൻ്റ് ആയിട്ട് ഫിക്സ് ചെയ്തിരിക്കുകയാണ്. അതിപ്പം എല്ലാ ബസ്സിലെയും ഒരേ കുറളാണ് ഇരിക്കുന്നത്. ഇപ്പം ഇത്തവണ ഞാൻ കണ്ട ഒരു കുറൾ, അറിവുടയാർ എല്ലാം ഉടയാർ അറിവിലാർ എന്നുടയരേനും ഇലർ. ഇത് നമ്മൾ നേരത്തെ കുറൾ 430 ആണ് കേട്ടിട്ടുണ്ട്. ഇതിൻ്റെ അർത്ഥം എല്ലാവർക്കും മനസ്സിലാകും. അതായത് അറിവുടയാർ എന്തും ഇല്ലാതെ, സെൽവം ഇല്ലെങ്കിലും പൊരുൾ ഇല്ലെങ്കിലും അവരെല്ലാം ഉടയവരാണ്. അറിവില്ലാത്തവർക്ക് എല്ലാം കിട്ടിയാലും അവർ ഒന്നുമില്ലാത്തവരാണ്. അതിൻ്റെ സാരം. ഇത് ഞാനും പോയ ബസ്സിൽ 4-5 ബസ്സിൽ കയറി. അപ്പോൾ എല്ലാത്തിലെയും ഈ കുറളുണ്ട്. അപ്പം അവർ എത്ര എഫേർട്ട് ഇടുന്നുണ്ടാണുള്ള ഒരു കാര്യമാണ്. എനിക്കത് ഒരു സന്തോഷം തരുന്ന ഒരു കാര്യമാണ്. ഉഷാ മാഡം പറഞ്ഞപ്പോൾ ഇത് ഒരു വൺ ഓഫ് ദ ബെസ്റ്റ് എഫേർട്ട്. ഇപ്പം ഇത് എനിക്കിപ്പോൾ കാണപ്പെടമായി ഈ കുറൾ. പിന്നെ ഏത് ഞാൻ തപ്പിയതാണ്, 430 ആണ് ഞാൻ അറിഞ്ഞത്. ഓക്കെ, ഏതായാലും ഇന്ന് നല്ല പ്രോഗ്രാം ആയിരുന്നു. താങ്ക് യു ഫോർ ഗിവിംഗ് ദ ചാൻസ്. താങ്ക് യു സർ. ഞാനും തമിഴ്നാട്ടിലാണ് താമസിക്കുന്നത്. അപ്പൊ എനിക്ക് അതാണ് ഞാൻ ഷെയർ ചെയ്തത്. എല്ലാവർക്കും നമസ്കാരം. ഞാൻ ആദ്യം തന്നെ പറഞ്ഞു കുറച്ച് തിരക്കിലാണ്, എന്നാലും ഞാനിത് കേട്ടോണ്ടിരിക്കുകയായിരുന്നു. കാരണം ആ സമയം ഞാൻ അതിനു വേണ്ടി ഉപയോഗിച്ചു. കാരണം ഒരുപാട് കാര്യങ്ങൾ ഇതിൽ പറയുന്നുണ്ട്, പക്ഷെ ഇതിൽ എല്ലാവരുടെയും പാർട്ടിസിപ്പേഷൻ നല്ല രീതിയിലാണ്. കാരണം എനിക്ക് അതിൽ ഏറ്റവും അധികം സന്തോഷം തോന്നി സാറിന്റെ, ജോഷ് സാറ് പേരെടുത്ത് പറയില്ല, പക്ഷെ അതിലുപരി ജോർജ് സാറ് പറഞ്ഞതുണ്ടല്ലോ, ഞാനിങ്ങനെ അത്ഭുതത്തോടുകൂടി കേട്ടു. കാരണം വളരെ നന്നായിട്ടാണ് സാർ അത് പറഞ്ഞത്. അപ്പം എന്നെ അതിശയപ്പെടുത്തി. കാരണം സാറ് എല്ലാറ്റിലും അഭിപ്രായം പറയുന്ന ആളാണെങ്കിലും ഇതില് ഞാൻ ആദ്യമായിട്ടാണ് സാറ് പറയുന്നത് കേട്ടത്. എന്തായാലും പിന്നെ ഇതില് മോഹൻദാസ് സാറാണെങ്കിലും പിന്നെ ദേവൻ സാറിനായ അങ്ങനെ എല്ലാരും നല്ല രീതിയിലാണ് ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം നമുക്ക് ഇതിനെ പറ്റിയിട്ട് ഞാൻ പല തവണ പറഞ്ഞു, എനിക്കിതിനെ പറ്റിയിട്ട് അറിവേ ഉണ്ടായിരുന്നില്ല, ഒന്നും അറിയില്ലായിരുന്നു. അവിടെ നിന്നാണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടെന്നൊക്കെ മനസ്സിലായതും. അതിലിപ്പോ ഇന്നത്തെ വിഷയത്തിൽ എനിക്ക് ഇഷ്ടം തോന്നിയത്, എനിക്ക് തോന്നുന്നു ശ്രീനാരായണ ഗുരുവിന്റെ ഏതോ ഇതില് ആലില ഒന്നെടുത്തിട്ട് ഈ പല ഷേപ്പിലും ഉണ്ടാവും, പക്ഷെ ഒന്നെടുത്തിട്ട് അതിന്റെ നീര് എടുക്കുകയാണെങ്കിൽ എല്ലാ നിലയിലും അതേ നീരുണ്ടാവും എന്ന് മനസ്സിലാവുന്നു. അങ്ങനെ എന്തോ ഒരു വാക്കുണ്ട്. അതുപോലെ ഇന്നിപ്പം ഭരിക്കുന്ന ആൾക്കാര് കുറെ ആൾക്കാരെന്ന് ഒരാളെ തെരഞ്ഞെടുക്കുക. അതുപോലെ എനിക്ക് അതിലും ഇഷ്ടപ്പെട്ടതാണ്, നമ്മൾ ചോറ് വേകുമ്പോ ഒരു വറ്റെടുത്തിട്ട് നോക്കിയാൽ എല്ലാ വറ്റും വെന്തു എന്ന് മനസ്സിലാവുന്നുള്ളത്. നന്നായിട്ടുണ്ട്. ഏതായാലും താങ്ക് യു. നമ്മുടെ പ്ലാറ്റ്ഫോമിലെ നമ്മളെ സാബു സാറിനും എല്ലാവർക്കും എന്റെ ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി. മാം എപ്പോഴും വന്നോട്ടോ, എല്ലാ ആഴ്ചയിലും വരണോട്ടോ. മാം ഒരു കുറില് പറയാനായിട്ട് ശ്രമിക്കണം. ജോർജ് സാറൊക്കെ കുറെ ആഴ്ച മാത്രമല്ല പങ്കെടുക്കുകയും കൂടി ചെയ്യണം.
തീർച്ചയായിട്ടും മാം അതിൽ കുറേ പാർട്ടിസിപ്പേറ്റ് ചെയ്യണം. ജോർജ് അല്ല, സാറൊക്കെ എനിക്ക് continue- ഞാൻ പറഞ്ഞില്ലേ, നാളെ എനിക്ക് യോഗയുടെ ഒരു ക്ലാസ് എടുക്കാൻ പറഞ്ഞു ഒരു സ്കൂളില്. ആ. അതിന്റെ തിരക്കിലാണ്. അപ്പൊ അതുപോലെ പുതിയ 23-നും പറഞ്ഞിട്ടുണ്ട്. നാളെ Okay, വൈകുന്നേരം അല്ലാത്ത തന്നെ ക്ലാസ് ഉണ്ട്. കുറെ ഇങ്ങനെ. അല്ല, നാളത്തെ പ്രോഗ്രാമിന് ഓൾ ദ ബെസ്റ്റ്. എന്നാലും Thank you. എല്ലാ ആഴ്ചയിലും വരണം. പിന്നെ ഞായറാഴ്ച പ്രത്യേകം പാട്ട് ക്ലാസ്സിനും വരണം. ഫ്രണ്ടിനെ കൊണ്ടുപോകാൻ റോഷിനിയെ വിളിക്കണം. ഓക്കെ. താങ്ക് യു. മാമിനെ ഈ പ്ലാറ്റ്ഫോം കണ്ടപ്പോ ഒരുപാട് സന്തോഷമായി. റിച്ച് ആയിരുന്നു ഈ പ്ലാറ്റ്ഫോം. എല്ലാവരും ഉണ്ടായിരുന്നു. ജോഷ് സാറിനെ കണ്ടതിൽ ഒരുപാട് സന്തോഷം. ഭഗവാൻ സാറിന്റെ പാർട്ടിസിപ്പേഷനും പ്രസന്റേഷനും ഒക്കെ ഒരുപാട് സന്തോഷം. താങ്ക് യു. അതെ, ഞാനിത് ഒന്നും കൂടി ഇതാക്കാൻ വേണ്ടി ബുക്കെല്ലാം ഇങ്ങനെ എടുത്തു വെച്ചിട്ട് ഇങ്ങനെ നോട്ട് എഴുതുമ്പോൾ അത് നിർത്തി വെച്ചു. ഓക്കെ ഓക്കെ. കാരണം ശരി മാം. ഓക്കെ, താങ്ക് യു. ഓക്കെ, താങ്ക് യു. താങ്ക് യു. താങ്ക് യു. താങ്ക് യു. ഓക്കെ, ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ് സർ. ഗുഡ് നൈറ്റ് സർ. താങ്ക് യു. സാറുണ്ടോ? ഇല്ല, നമുക്ക് അത് അത് ലീവ് കൊടുത്താൽ മതി. ഉഷ കൊടുത്താൽ മതി. എൻഡ് വരുന്നവര് അങ്ങ് ചെയ്തോണ്ടാ. സാർ റെക്കോർഡ്. ഓക്കെ ഓക്കെ. ലീവ് മീറ്റിംഗ് കൊടുക്കാവേ. എൻഡ് മീറ്റിംഗ് ഫോർ ഓൾ.